ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ലൈഫ് സയൻസിലൊരു ഡിസീസസിൻ്റെ ക്ലാസിഫിക്കേഷൻസും ക്ലാസ്സസും ഓരോ ടൈപ്പിലുള്ള ഡിസീസസും ഒക്കെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കാൻ പോകുന്ന ചില ഡിസീസസ് ഇന്ന് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, എംഫിസിമ, പൾമണറി ഈഡിമ, അതുപോലെ ഫാറ്റി ലിവർ പോലുള്ളവയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇവരെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. എന്നാൽ ലൈഫ് സ്റ്റൈൽ കാരണം മാത്രമാണോ ഇവ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലതാനും. പക്ഷെ നമ്മളിതെല്ലാം ഈ ഒരു കാറ്റഗറിക്കകത്ത് ടു ബി വെരി പ്രിസൈസ് ഇതിനകത്ത് തൊട്ടുമുക്കാൽ വരുന്ന ബുദ്ധിമുട്ടുകളും നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈലാണ് എന്ന രീതിക്കകത്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന ഹെഡിങ്ങിനകത്ത് പഠിക്കാൻ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ പർട്ടിക്കുലർലി 2 സിഗരറ്റിൻ്റെയൊക്കെ ചിത്രം നമ്മുടെ സ്ലൈഡിൽ തന്നെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാകും. ദിസ് ഇസ് പ്രൈമറിലി ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫാറ്റി ലിവർ എന്ന അവസാനം പറഞ്ഞിരിക്കുന്ന അസുഖം അല്ലെങ്കിൽ രോഗാവസ്ഥയൊഴികെ ബാക്കി തുടക്കത്തിൽ തന്നിരിക്കുന്ന 1, 2, 3, 4 ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, എംഫിസിമ, പൾമണറി ഈഡിമ എന്ന ഈ 4 കാറ്റഗറിയുടെയും കാര്യം നോക്കിയാൽ ഇത് 4ഉം പ്രത്യേകിച്ച് ലങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിസോർഡറാണ്. ശരിയല്ലേ? ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയാണ് ഈ ആദ്യ 4 പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് നമുക്ക് സിനിമ കാണാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ടൊബാക്കോ എന്താ പറയുക കോസസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ശ്വാസകോശത്തെയാണ് പുകവലി പ്രാഥമികമായിട്ട് ബാധിക്കുക. ഫാറ്റി ലിവറിനെ ബാധിച്ചുകൂടാന്നൊന്നുമില്ല കേട്ടോ. അവസാനം പറഞ്ഞ ഡിസീസും പുകവലിയുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ട്. ഇല്ല എന്നല്ല, പുകവലിയല്ല, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇത് മദ്യപാനവുമായിട്ട് ആൽക്കഹോളിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാറ്റി ലിവറിന് കൂടുതൽ കണക്ഷൻ. ജനറലി പലരുടെയും കാര്യത്തിൽ നമ്മളത് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പല ഉന്നതരായ വ്യക്തികൾ പോലും മരണപ്പെടുന്നത് ഫാറ്റി ലിവറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ട് വരുന്ന ലിവർ സിറോസിസ് എന്ന സിറ്റുവേഷനെ പറ്റി നമ്മൾ സൂചിപ്പിക്കും. അത് കാരണം മരണപ്പെടുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള പലരെ പറ്റിയും പോലും കേട്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് കോമൺ ആണെങ്കിൽ ഫെമിലിയർ ആണ് ഫാറ്റി ലിവറും പിന്നെ ലിവർ സിറോസിസും ഒക്കെ ആൽക്കഹോളിസവുമായിട്ട് ബന്ധമുണ്ട് എന്ന കോൺസെപ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ്. പക്ഷെ അത്ര കണ്ട് കോമൺ ആയിട്ട് പറയപ്പെടുന്നതോ അറിയപ്പെടുന്നതോ ആയിട്ടുള്ള അസുഖങ്ങളൊന്നുമല്ല ബ്രോങ്കൈറ്റിസും എംഫിസിമയും പൾമണറി ഈഡിമ. എംഫിസിമ നിങ്ങൾ ഈ പറയുന്ന ശ്വാസകോശത്തിൻ്റെ പരസ്യത്തിനകത്ത് കേട്ടിട്ടുണ്ടാകും അല്ലേ? എന്താ പറയുക, പുകവലി ആരോഗ്യത്തിന് അർബുദം എംഫിസിമ, ക്യാൻസർ എംഫിസിമ പോലുള്ളവയ്ക്ക് വഴിയൊരുക്കും പുകവലി. എന്താ പറയുക, പുകവലി, മദ്യപാനം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ബ്രോങ്കൈറ്റിസും പ്രത്യേകിച്ച് ന്യൂമോണിയയും കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ ന്യൂമോണിയ പലപ്പോഴും കുഞ്ഞുങ്ങളിൽ പോലും വരും. കുഞ്ഞുങ്ങൾ പുകവലിച്ചിട്ടാണോ ന്യൂമോണിയ വരുന്നത്? കുഞ്ഞുങ്ങൾ പുകവലിച്ചിട്ടല്ല ന്യൂമോണിയ വരുന്നത്. അപ്പോൾ ന്യൂമോണിയ പുകവലിക്കുന്നവർക്കുണ്ടാകുന്നത് പോലെ തന്നെ പുകവലിക്കാത്ത ആൾക്കാർക്കുണ്ടാവും. അതായത് ഇവിടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടരെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവയെല്ലാം അല്ലാണ്ടും ഇൻഫെക്ഷ്യസ് ഡിസീസായിട്ടും വരാവുന്നത് കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും നമുക്ക് ഇവരെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാം ഇന്നത്തെ ഈ ഒരു സെഷനിൽ. സോ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ശ്വാസകോശവും ശ്വാസകോശത്തിന് കീഴിൽ വീണ് കിടക്കുന്നൊരു സിഗരറ്റ് കുറ്റിയുമാണ്. ശ്വാസകോശം സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതും പഠിക്കുന്നതും ഒക്കെ ഒരു ചുവന്ന നിറം, ഒരു മസിലിൻ്റെ പേശിയുടെയൊക്കെ ഒരു നിറം കൊടുത്ത് കാണുന്ന ശ്വാസകോശം ഇവിടെ അതിൻ്റെ ഉപരിഭാഗം മുഴുവൻ കറുത്തിരുണ്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊരു ഫിക്ഷണൽ ഇമേജ് തന്നെയാണ്. ഒരു ചിത്രകാരൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഇമാജിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ചിത്രമാണെന്ന് നമുക്ക് കണക്കുകൂട്ടാം. പക്ഷേ ചിത്രത്തിനകത്ത് വസ്തുതയുണ്ട്. അതായത് സിഗരറ്റ് എന്ന് പറയുന്ന ഈ ഒരു വസ്തുത അല്ലെങ്കിൽ സിഗരറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നത് കാരണം, സ്മോക്കിംഗ് കാരണം ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യപ്പെടുന്ന അവയവം നമ്മുടെ ശരീരത്തിലിരുന്ന് പറയുന്നത് ലങ്സ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടൊബാക്കോ എങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു വില്ലനായി മാറുന്നത്? 1-2 കാര്യങ്ങൾ. ഇപ്പോൾ പുക ജനറലി പിന്നെ പ്രശ്നമായിട്ടോ നമ്മുടെ ലങ്സിന്. അതിപ്പോൾ എന്താ പറയുക, സിഗരറ്റിൻ്റെ സ്മോക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ചവറ് കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴായാലും ഒക്കെയുള്ള പുക എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ ആണല്ലോ. സസ്റ്റൈനൻസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ഓക്സിജനാണ്. പക്ഷേ ഓക്സിജന് പുറമേ നമ്മളെടുക്കുന്ന വായുവിനോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് മറ്റോ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ സ്വീകരിക്കില്ല. പക്ഷേ ഈ പുക ശ്വസിക്കുന്ന സമയത്ത് അതിനകത്ത് ഓക്സിജൻ്റെ അളവ് നന്നേ കുറവും, കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പോലുള്ള കണ്ടൻറ്റും. എന്നാൽ പിന്നെ മറ്റെന്തൊക്കെയാണോ ഇത് കത്തുന്നത്, ആ കത്തുന്ന കോമ്പൗണ്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ അനന്തരാവകാശികളെന്ന് പറയുന്നത് പോലെയുള്ള ബൈ പ്രോഡക്ട്സും ഇതിനോടൊപ്പം നമ്മൾ ശ്വസിക്കുന്നുണ്ട്. സോ ദീസ് തിങ്സ് മൈറ്റ് ബി ഹാംഫുൾ ടു അവർ ഹെൽത്ത്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ബ്ലഡിൽ ടോക്സിസിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനാണ്. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും, ക്ഷീണിതരാവും, സഫിക്കേഷൻ ഉണ്ടാവും,
അതെല്ലാം ശ്വാസകോശം തുടങ്ങി മറ്റ് എന്താ പറയുക അവയവങ്ങളെ ബാധിക്കാനുള്ള സാഹചര്യം ഉള്ളത് തന്നെയാണ്. അപ്പോൾ സ്മോക്ക് ജനറലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ പുകയിടും, വൈകുന്നേരങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ഒക്കെ കൊതുകിൻ്റെ ശല്യം രൂക്ഷമാകുമ്പോൾ പുകയ്ക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. അത് പണ്ട് എന്താ പറയുക, ഇപ്പോൾ ചെറിയ തോതിൽ കുന്തിരിക്ക വിട്ട് ചെറിയ തോതിൽ പുകയ്ക്കുന്നതിന് വലിയ കുഴപ്പമില്ല. ആ ഒരു സ്മോക്കിൻ്റെ ഒരു എഫക്റ്റും സ്മെല്ലും ഒക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ പിന്നെ കൊതുക് അതിൽ നിന്ന് മാറിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇതല്ലാണ്ട് എന്താ പറയുക, വീടിനകത്തുള്ളവരെയൊക്കെ പുകച്ച് പുറത്തി അടിക്കുക എന്ന് പറയുന്ന മാതിരിയുള്ള അത്രയും ഇൻറ്റൻസിറ്റിയിൽ കട്ട പുകയൊക്കെ ആയിട്ട് പുകയ്ക്കുന്നത്, അത് ശ്വസിക്കുന്നത് ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതൊന്നും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചെറിയ സ്മോക്ക് ഒരു പരിധി വരെ കുഴപ്പമില്ല, നമുക്ക് ബെയർ ചെയ്യാൻ പറ്റും. പക്ഷേ തീവ്രമായിട്ടുള്ള സ്മോക്ക് എന്ന് പറയുന്നത് പരമാവധി ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം. ഏതൊരു സിറ്റുവേഷനിലായാലും ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പൊതുവേ സ്മോക്ക് എന്ന് വിളിക്കുമ്പോൾ അത് കാണാൻ തിരിച്ചറിയാൻ പറ്റിക്കൊള്ളൂ എന്ന് നിർബന്ധമില്ല. നമ്മുടെ വെഹിക്കിൾ എക്സോസ്റ്റ്, വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന എക്സോസ്റ്റിനകത്തും ഉണ്ട് ഈ സ്മോക്കിൻ്റെ ഘടകങ്ങൾ. അതെല്ലാം നേരിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഒരു ട്രാഫിക്കിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അത് വേറെ കാര്യം. അപ്പോൾ ടൊബാക്കോയിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്മോക്ക് ജനറലി ഇഞ്ചൂറിയസ് തന്നെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. എനി ഹൗ ടൊബാക്കോയിൽ നിന്നുണ്ടാകുന്ന സ്മോക്ക് ഇറ്റ്സ് മോർ ഡേഞ്ചറസ് ദാൻ ദി റെസ്റ്റ് ഓഫ് ദി സ്മോക്സ്. മറ്റുള്ളവയേക്കാൾ കൂടുതൽ അപകടകാരിയാണ് ടൊബാക്കോ. എന്തുകൊണ്ടാണ് ചെയ്യുക? 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്ന ഒരു പ്രയോഗത്തെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്തും ഒരു മിതപ്പെടുത്തലോടുകൂടി ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമിതമായ ഉപയോഗം എന്തിൻ്റേതായാലും, അതിപ്പോൾ അമൃതമായാൽ കൂടിയും അത് ദോഷം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഇപ്പോൾ ചോറ് കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ എനർജി നമുക്ക് കിട്ടും, കാർബോഹൈഡ്രേറ്റ്. എന്നാൽ അമിതമായിട്ട് ചോറ് കഴിച്ചാൽ അമിതവണ്ണം ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ഒബീസിറ്റി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, സിറ്റുവേഷനിലേക്ക് പോയേക്കാം. മനസ്സിലായോ? അതുപോലെ ഇപ്പോൾ മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. പനിയുള്ള ഒരാൾ പനിക്കുള്ളൊരു മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് കൂടുതലായി വാരി കഴിച്ചാലോ മരണം ഉണ്ടാവാൻ അത് മതി എന്ന് പറയുന്നത് പോലെയാണ് സിറ്റുവേഷൻ. എനിത്തിങ് വെൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ് ഇൻ എക്സസ് ഇസ് ഡേഞ്ചറസ് ടു ഹെൽത്ത്. അപ്പോൾ ടൊബാക്കോയുടെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഓവർ കൺസപ്ഷനെ പറ്റി പറഞ്ഞു എന്ന് വെച്ചാൽ, ടൊബാക്കോ കൺസെപ്ഷൻ്റെ പ്രാഥമിക വില്ലൻ എന്ന് പറയാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡിക്ഷൻ സ്വഭാവമാണ്, അല്ലേ? ദി നേച്ചർ ഓഫ് അഡിക്റ്റീവ്നെസ്. ഒരു അഡിക്റ്റീവ്നെസ് അല്ല, അഡിക്ഷൻ. എന്താ അഡിക്ഷൻ എന്ന് പറയുന്നത്? ഇതൊരു ശീലമായി മാറാൻ സാധ്യതയുള്ളൊരു ഒരു ഈവൻ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രവണതയാണ്, ഒരു പ്രവൃത്തിയാണ് ടൊബാക്കോ സ്മോക്കിംഗ്. എന്തുകൊണ്ടാണ് ഇത് അഡിക്റ്റീവ് ആവുന്നത്? നമുക്ക് എന്തൊരു സംഗതിയും രുചികരമായി തോന്നിയാൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും കഴിക്കണം തോന്നും. എന്നാൽ രുചിക്കപ്പുറം ഇതിനെ നമ്മളിലേക്ക് ഒരു ചെറിയ ഒരു ലഹരി പടർത്താൻ കൂടി സാധിച്ചാലോ അതിൽ നമ്മൾ അടിമകളായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ടൊബാക്കോയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പുകവലിയുടെ കാര്യത്തിൽ, സിഗരറ്റിൻ്റെ കാര്യത്തിൽ ഒരു വസ്തുവുണ്ട് കോൾഡ് നിക്കോട്ടിൻ. എന്താണ്? നിക്കോട്ടിൻ. ഈ നിക്കോട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ പുകയിലെ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാകുന്നു. എന്തുകൊണ്ട്? പുക ജനറലി ഹാനികരം തന്നെയാണ്. അതിനുപരി ഈ പുക നിരന്തരം നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അഡിക്ഷൻ സ്വഭാവമുള്ള ഒരു കണിക, അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ടൊബാക്കോ സ്മോക്കിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നിക്കോട്ടിൻ എന്ന് പറയുക. സോ ടൊബാക്കോ കണ്ടെയ്ൻസ് എ കെമിക്കൽ കോൾഡ് നിക്കോട്ടിൻ വിച്ച് ഇസ് ഹൈലി അഡിക്റ്റീവ് സബ്സ്റ്റൻസ്. This is the reason why consuming tobacco either in form of smoking cigarettes or chewing it may result in strong addiction and short-term effect as well as chronic diseases. ഹ്രസ്വകാല രോഗങ്ങളിൽ തുടങ്ങി സ്ഥിരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളിലേക്ക് പോലും ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വഴിയൊരുക്കുന്നത് ഈ ഒരു ക്രോണിക് നേച്ചറിലേക്ക് ടൊബാക്കോ കൺസപ്ഷൻ പോകുമ്പോഴാണ്. ഇപ്പോൾ ടൊബാക്കോ 2 രീതിയിൽ ഉപയോഗിക്കുമ്പോൾ, പുകയില ചവയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പണ്ട് നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പണ്ടുള്ള ആൾക്കാർ വെറ്റില ചവയ്ക്കും, വെറ്റില മുറുക്കി ചവയ്ക്കും, മുറുക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അടയ്ക്ക, അല്ലെങ്കിൽ പാക്ക് എന്ന് തിരുവനന്തപുരം ജില്ലയിൽ പറയുന്ന സാധനം, അടയ്ക്ക, ചുണ്ണാമ്പ്, അതുപോലെ വെറ്റില, പിന്നെ ചിലർ പുകയില. ഈ മുതിർന്നവരാണെങ്കിൽ അവർ പുകയില, ഒരു കറുത്ത നിറത്തിൽ ഉണങ്ങി ചുക്കി ചുരുണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, അല്ലേ? ആ ഒരു പുകയിലയും കൂടിയൊക്കെ വച്ചിട്ടാണ് ആൾക്കാർ ഇത് ചവയ്ക്കുന്നത്. അപ്പോൾ ഈ പുകയില ചവയ്ക്കുന്നതും, എന്നാൽ ഈ പുകയിലയെ ഉണക്കി പൊടിച്ച് തരികളാക്കി ഇതുപോലെ സിഗരറ്റിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ച് അത് വലിക്കുന്നതായാൽ കൂടി, അതിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നതായാൽ കൂടി അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിന് അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് പണ്ടുള്ള മുറുക്ക് തുടങ്ങിയൊരു, പിന്നെ അതൊരു മുറുക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുറുക്കാൻ ചവയ്ക്കുന്നത് ഒരു ദുശീലമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പണ്ടും അത് ദുശീലമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഇന്നും ദുശീലമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇന്ന് മുറുക്കാൻ ചവയ്ക്കുന്ന ആൾക്കാരൊന്നുമില്ല. അതിനേക്കാൾ
കേമന്മാരായിട്ടുള്ള പലരും രംഗപ്രവേശനം നടത്തി സ്ഥിതിക്കുന്നവർക്ക് മുറുക്കാനൊന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷെ മുറുക്കാൻ അങ്ങനെ എന്താ പറയുക, മത്ത് പിടിപ്പിക്കുന്ന സ്വഭാവത്തിലേക്കൊന്നും ആൾക്കാർ ഉപയോഗിച്ചിരുന്നതായിട്ടൊന്നും നമുക്ക് ആർക്കും അറിവുകളില്ല. താരതമ്യേന കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ബട്ട് എനി ഹൗ, എന്ത് തന്നെയായാലും ടൊബാക്കോയുടെ കൺസപ്ഷൻ, അത് എയ്തർ ഇൻ ഫോം ഓഫ് സ്മോക്കിംഗ് ഓർ ഇൻ ഫോം ഓഫ് ചൂവിങ് ഈസ് ഡേഞ്ചറസ് ടു ഹെൽത്ത്. 2 diseases caused by tobacco are lung cancer and oral cancer. അപ്പോൾ ടൊബാക്കോ, പുകയില ചവയ്ക്കുന്നത് കാരണം പുകയിലയിൽ നിന്നുള്ള കണികകളെ സ്വീകരിക്കുന്ന നമ്മുടെ വായയിൽ വരുന്ന ഭാഗങ്ങൾ, ത്രോട്ട്, കടവായ പോലുള്ള പ്രദേശങ്ങൾ, അവിടെയുള്ള ടിഷ്യൂസിനൊക്കെ ഡാമേജ് സംഭവിച്ച് ഓറൽ ക്യാൻസർ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണമായേക്കാം. പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ, ഒരിക്കലും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറേ കാലമായി 10-ാം വയസ്സിൽ തുടങ്ങി, 15-ാം വയസ്സിൽ തുടങ്ങി, 20-ാം വയസ്സിൽ തുടങ്ങി പുകവലിക്കുകയാണ്, ഇതുവരെ എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു ഒരു എന്താ പറയുക, വീട്ടുജോലി അല്ലല്ലോ, ഈ മേസ്തിരി ജോലികൾ ചെയ്യുന്നൊരു അപ്പൂപ്പനെ കണ്ടു. തൊഴിലാളിയാണ്, നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്, ഇന്നും ജോലിക്ക് പോകുന്നുമുണ്ട്. പുള്ളിക്കാരനെ കണ്ടപ്പോഴും പറയുന്ന കാര്യം ഇങ്ങനെ, കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് പോവുകയാണെന്നാലും പുള്ളിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആരോഗ്യത്തോടുകൂടി പോകുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കേട്ടോ. ബട്ട് ജനറലി ദീസ് വിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ഇഷ്യൂസ്. ഒരുപക്ഷെ ആൾക്കാർ അറിയാതെ പോകുന്നതാവും ഇതൊക്കെ. ഇതിൻ്റെ ഈ ഒരു ലഹരിയിൽ നമ്മളത് അറിയാണ്ട് പോകുന്നതായിരിക്കാം, പക്ഷെ നിങ്ങളെ അതീവ ഗുരുതരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് യങ് സ്റ്റേജിലൊക്കെ ആൾക്കാർ ഇത് കൺസ്യൂം ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് പഠനങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഇതേ പറ്റിയിട്ടൊക്കെ ആരെങ്കിലും പഠിക്കാനായിട്ട് തുനിങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇൻഫർമേഷൻസ് കണ്ട് നിങ്ങൾ ഞെട്ടിത്തെരിച്ചിട്ട് എങ്ങാനും പുകവലിക്കുന്നവരാണെങ്കിൽ തൽക്ഷണം നിങ്ങൾ ആ പുകവലി നിർത്തും. അപ്പോൾ അജ്ഞത കൊണ്ടുകൂടിയാണ് ആൾക്കാർ വീണ്ടും പുകവലിക്കും കൂടി ചെയ്യുന്നത്. എനിഹൗ, ഇതെന്തായാലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണല്ലോ, പോട്ടെ. അപ്പോൾ 1 ഓറൽ ക്യാൻസർ, 2 തീർച്ചയായിട്ടും പുക വലിക്കുന്നവരുടെ കാര്യത്തിൽ ആ പുക എത്തിച്ചേരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ലങ്സാണ്. ആ ലങ്സിലും ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ലങ്സിലെ കറുത്ത നിറം എങ്ങനെ വരുന്നു? എന്തുകൊണ്ട് പുകയില ഉപയോഗിക്കുന്നതിൽ, പുക വലിക്കുന്നത് കൊണ്ട് കറുത്ത നിറത്തിലുള്ള റെസിഡ്യൂസ് നമ്മുടെ നാവിൽ, പല്ലിലൊക്കെ ഉണ്ടാവുന്ന ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, വടക്കോട്ടൊക്കെ പോകുമ്പോഴോ മറ്റോ ഒക്കെ ഉള്ള ചില എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ചില ആൾക്കാരൊക്കെ ഈ ടൊബാക്കോ ഉണ്ടല്ലോ, ഈ പുകയില ചവയ്ക്കുന്നവരും പുക വലിക്കുന്നവരുടെയൊക്കെ പല്ലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കറുത്തിട്ടൊക്കെ ഇരിക്കുന്ന പുകയിലക്കറ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇദ്ദേഹം പുകയില ചവയ്ക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അമിതമായി പുക വലിക്കുന്ന ആളാണെന്നൊക്കെ ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്താ പറയുക, ഒരു അപ്പിയറൻസിൽ പോലും ഡിഫറൻസസ് ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. അതിന് പ്രധാനമായിട്ടും ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് കോൾ ടാർ എന്ന് പറയും. ഇതാണ് കോൾ ടാർ. It is a sticky black residue that is formed as a result of tobacco smoking and damages the lungs, which results in lung cancer. നിങ്ങൾ ഈ പുകവലിക്കുന്ന നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ എന്താ പറയുക, ചെറിയൊരു എക്സിബിഷൻ വാനൊക്കെ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനെ എക്സിബിഷൻ വാനൊക്കെ ഉണ്ട്. പലയിടങ്ങളിലും പോയി പല ഈവൻ്റ് സമയത്തൊക്കെ ഈ എക്സിബിഷൻ വാനൊക്കെ ഇടാറുണ്ട്, കോളേജുകളിൽ പോകാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ലങ്സ്, അതുപോലെ പുകവലിക്കുന്ന ലങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുമ്പോൾ കാര്യം പിടിയിട്ടും. സാധാരണ ഒരു വ്യക്തിയുടെ ലങ്സ് ചുവന്ന നിറത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മീറ്റിൻ്റെ നിറത്തിലുണ്ടാകും, ഇറച്ചിയുടെ നിറത്തിലുണ്ടാവുമെങ്കിൽ പുകവലിക്കുന്ന ആളുടെ ലങ്സ് ഏറെക്കുറെ കറുത്തിരിക്കും. അതിന് കാരണം ഈ ടൊബാക്കോ എത്തിച്ചേരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും കോൾ ടാറിൻ്റെ നിക്ഷേപം, ഇറ്റ് ഇസ് എ സ്റ്റിക്കി ബ്ലാക്ക് റെസിഡ്യൂ, നമ്മളെ ടാറ് പോലെ തോന്നിക്കുന്ന ഒരു റെസിഡ്യൂ ഈ പുകയോടൊപ്പം കടന്നു വരുന്നുണ്ട്. ഓക്കെ, ആ പുകയോടൊപ്പം കടന്നു വരുന്ന ഈ ടാറ് നമ്മുടെ എന്താ പറയുക, ഉള്ളിലേക്ക് പുക പോകുന്ന എല്ലാ റൂട്ടിലേക്കും ഈ ടാറും കടന്നു ചെല്ലുകയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ വായിലൂടെ പുകയെടുക്കുന്നത് നമ്മുടെ ശ്വാസകോശം വരെ കൊണ്ടുപോവുകയാണെങ്കിൽ വായിലൂടെ കടന്നു വരുന്ന വായിൽ, അന്നനാളത്തിൽ, അതുപോലെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന പാതകളിൽ, ശ്വാസകോശത്തിൽ എന്നിവിടങ്ങളിലെല്ലാം ഈ കോൾ ടാറിൻ്റെ കറുത്ത സ്റ്റിക്കി റെസിഡ്യൂവിൻ്റെ നിക്ഷേപങ്ങളുണ്ടാകും. അത് ഇവൻച്വലി ഇതിപ്പോൾ ഒരു തവണ പുക വലിച്ചിട്ട് കളയുന്ന ആളെ പറ്റിയിട്ടല്ല, നമ്മളിതൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു സ്ഥിരം പുകവലിയുടെ എന്താ പറയുക പിടിയിൽ പെട്ടുപോയ ഒരാളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ ദോഷം ചെയ്യുന്നതാണ്. Chewing tobacco causes gum diseases as well as tooth decay and it can also lead to oral cancer. നമ്മൾ പറഞ്ഞു ക്യാൻസറും
ഓറൽ ക്യാൻസറും ലങ് ക്യാൻസറും എന്നതിനൊക്കെ ഉപരി വേറെയും ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആരെയൊക്കെയാണത്? ഒന്ന്, ബ്രോങ്കൈറ്റിസ്. എന്താണ് ബ്രോങ്കൈറ്റിസ്? എന്താണ് ബ്രോങ്കൈറ്റിസ്? നമുക്കറിയാവുന്ന റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ. നമ്മുടെ ലങ്സിലേക്ക് കടന്നു പോകുന്ന എയർ കടന്നു പോകുന്ന പാത്വേ ആണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫാരിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ലാരിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് ട്രക്കിയ എന്ന് പറയുന്ന, ട്രക്കിയനെയാണ് നമ്മൾ വിൻഡ് പൈപ്പ് എന്ന് വിളിക്കുക. ട്രക്കിയയോടൊപ്പം തന്നെ ചേർന്ന് മറ്റൊരാൾ കൂടിയുണ്ട്, അതിനെ ഫുഡ് പൈപ്പ് എന്ന് പറയും, അഥവാ ഈസോഫാഗസ് എന്ന് പറയും. അത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്താണ് പ്രധാനമായിട്ടും പഠിക്കുക. അന്നനാളം എന്ന് നമ്മൾ പറയുന്ന ഐറ്റം ഈസോഫാഗസ് ആണ് ഫുഡ് പൈപ്പ്. അപ്പോൾ ഫുഡ് പൈപ്പിനോട് ചേർന്ന് തന്നെയാണ് ആരുള്ളത്? ട്രക്കിയ ഉള്ളത്, അഥവാ വിൻഡ് പൈപ്പ് ഉള്ളത്. എയർ നമ്മുടെ മൂക്കിലൂടെയോ വായിലൂടെയോ എടുക്കുന്ന എയർ ഈ ഒരു ട്രക്കിയയ്ക്ക് തൊട്ട് മുകളിലെ ലാരിങ്സ് ഉണ്ടല്ലോ, അതുവരെയും വരുന്നത് ഒരേ റൂട്ടിലൂടെയാണ്. ഭക്ഷണവും എയറും പോകുന്ന ഒരേ റൂട്ടിലൂടെയാണ്. അവിടെ നിന്ന് പിന്നീടാണ് ഈ വിൻഡ് പൈപ്പിലേക്കും ഫുഡ് പൈപ്പിലേക്കും എന്ന രീതിയിൽ ഒരു സെപ്പറേഷൻ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ എല്ലാം കോമൺ പാസേജ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ പെട്ടെന്ന് എയർ കൂടുതൽ എടുക്കുമ്പോഴോ ഒക്കെ ആഹാരം മണ്ടയിൽ കയറി എന്നൊക്കെ പറയുന്നൊരു പ്രയോഗം ഉണ്ടായത്. ശരിക്കും മണ്ടയിൽ കയറുന്നത് ആകില്ല, അത് ഈ ട്രക്കിക്കകത്തോട്ട് കയറും. വിൻഡ് പൈപ്പിനകത്തോട്ട് ഭക്ഷണം കയറാൻ പാടില്ല, വലിയ അപകടമാണ്. അത് നേരെ പോകുന്ന ലങ്സിലേക്കാണ്, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. അപ്പം നിങ്ങൾ ആഞ്ഞു ചുമയ്ക്കും, ശരിയല്ലേ? നിങ്ങളുടെ മണ്ടയിൽ കയറുന്ന സമയത്ത് നിങ്ങൾ മണ്ടയിൽ കയറി എന്ന് അറിയുന്നത് പോലും നിങ്ങൾ പോലും അറിയേണ്ടത് ദാറ്റ്സ് എൻ ഇൻവോളണ്ടറി കഫ്. നിങ്ങൾ ഇൻവോളണ്ടറി ആയിട്ടാണ് ചുമയ്ക്കണേ. ഈ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ഇപ്പം ചിലപ്പോൾ സലൈവ പോലും നമ്മൾ വല്ലാണ്ട് ആർത്തുല്ലസിച്ച് ചിരിച്ച് ഒരുപാട് തമാശയിൽ മുഴുകി നിൽക്കുന്ന സമയത്തുള്ള ചിരികൾ പലപ്പോഴും പലരും ചുമയ്ക്കുന്നത് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ സലൈവ പോലും, നമ്മുടെ വായിലുള്ള സലൈവ പോലും ഈസോഫാഗസിലേക്ക് ഇറങ്ങുന്നതിന് പകരം എങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കാം? വിൻഡ് പൈപ്പിലേക്ക്, ട്രക്കിയയിലേക്ക് ഇറങ്ങാവുന്ന സിറ്റുവേഷൻ വരും. അതും സ്വീകാര്യമല്ല. അങ്ങോട്ടേക്ക് എയർ മാത്രം പോയാൽ മതി. ലങ്സിലോട്ട് എയറിനെ മാത്രമേ കടത്തി വിടുള്ളൂ. വെള്ളമോ ഭക്ഷണമോ ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. എന്നാലും ചില സിറ്റുവേഷൻസിൽ അബദ്ധവശാൽ ഇങ്ങനെ ഫുഡോ പിന്നെ വെള്ളമോ ഒക്കെ കടന്നു പോകാനുള്ള സിറ്റുവേഷൻ വരും. വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ മണ്ടയിൽ കയറാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചുമയ്ക്കും. എങ്ങനെയാണ് ചുമയ്ക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ലങ്സിൻ്റെ ഒരു അനാറ്റമി നമ്മൾ നോക്കിയാൽ ലങ്സ് ഇപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ വിടർന്നിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ കൂടിയും ലങ്സ് നിരന്തരം വികസിച്ചും സങ്കോചിച്ചും നിൽക്കുന്ന ഒരു വസ്തുവാണ്. സോ അതിനകത്തേക്ക് എയർ നിറയുന്ന സമയത്ത് അതിങ്ങനെ വികസിക്കുകയും എയർ തിരിച്ച് നമ്മൾ എക്സ്ഹെയിലും ഇൻഹെയിലും ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നുമുണ്ട്, പുറത്തേക്ക് കളയുന്നുമുണ്ട്. ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇവൻ വിടരുകയും ശ്വാസം റിലീസ് ചെയ്യുന്ന സമയം നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് ഇവൻ ചുരുങ്ങുകയും ചെയ്യും. ശ്വാസകോശം ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ബലൂണിനെ പോലെയാണ് നിങ്ങൾ സങ്കല്പിക്കുക. ശ്വാസകോശം എങ്ങനെയാണെന്ന് സങ്കല്പിക്കുക? ഒരു ബലൂൺ പോലെയാണെന്ന് സങ്കല്പിക്കുക. അതിന് വികസിക്കുവാൻ, എയർ കയറുമ്പോൾ വികസിക്കുവാനും എയർ ഇറങ്ങി പോകുമ്പോൾ സങ്കോചിക്കുവാനും റിലാക്സ് ചെയ്യുവാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വസ്തുവാണ് ലങ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഭക്ഷണം എൻ്റെ ട്രക്കിയിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം ട്രക്കിയിലേക്ക് കയറുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടി വിൻഡല്ല എയർ അല്ല കയറുന്നതെന്ന് തിരിച്ചറിയുന്ന ഹ്യൂമൻ ബോഡി, നമ്മുടെ ബോഡി അതിനെ പുറം തല്ലാനുള്ള ശ്രമം നടത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ലങ്സ് എങ്കിൽ ലങ്സിലേക്ക് കടന്നു വരാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വെച്ചോ. ഈ ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. ഈ ഓപ്പണിങ് വഴിയാണ് ലങ്സിലേക്ക് എന്ത് വരുന്നത്? ഇൻടേക്ക്, വായു ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും എല്ലാം ഇതുവഴി തന്നെയാണ്. അപ്പോൾ അകത്തേക്കൊരു വസ്തു കടന്നു വരികയാണ്. പക്ഷേ ആ കടന്നു വരുന്ന വസ്തു ഈസ് നോട്ട് വെൽക്കം ഇൻ ദി ലങ്സ് എങ്കിൽ ലങ്സിനെ നമ്മളൊന്ന് കംപ്രസ് ചെയ്തു എന്ന് വെച്ചോ. ലങ്സിനെ എന്ത് ചെയ്തു? ഞാനൊന്ന് കംപ്രസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലങ്സിലുള്ള എയർ എല്ലാം കൂടി ഇതുവഴി തള്ളി പുറത്തേക്ക് പോകും. അപ്പോൾ ഈ അകത്തേക്ക് വരുന്ന ഫുഡ് പാർട്ടിക്കിളിനെയും കൂടി പുഷ് ചെയ്ത് പുറത്തേക്ക് കളയും, ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ചുമയ്ക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നെഞ്ചത്ത് കൈവച്ചൊന്ന് ചുമച്ച് നോക്കുക. ചുമയ്ക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ലങ്സ് കംപ്രസ് ചെയ്യുന്ന അറിയാൻ പറ്റും. ചുമയ്ക്കുമ്പോൾ നിങ്ങളുടെ ലങ്സ് കംപ്രസ് ആണോ? നിങ്ങൾ ചുമയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എയറിനെ പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യുന്നത്, അത് അകത്തേക്ക് വിടുകയാണോ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ചുമച്ച് നോക്ക്. എല്ലാവരും ഒന്ന് ചുമച്ച് നോക്കി ചെറുതായിട്ടൊന്ന്. ചുമയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ എയർ പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടച്ചു വെച്ചല്ല ചുമയ്ക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ച് ചുമച്ചാൽ കൂടി മൂക്കി കൂടെ എയർ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ ലങ്സ് കംപ്രസ് ആവുക ചെയ്യുന്നത്. ലങ്സ് കംപ്രസ് ആകുമ്പോൾ എയർ പുറത്തേക്ക് പോകും, ഉറപ്പാത്. നിങ്ങൾക്ക് എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ചുമയ്ക്കാൻ പറ്റില്ല. മൂക്കും വായും അടച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുമയ്ക്കാൻ പറ്റുമോ? ചെയ്യരുത്, അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ പാടില്ല, ചെയ്യാനും പാടില്ല. ബാക്കി ഏതെങ്കിലുമൊക്കെ എന്തായാലും ലങ്സിന് എയർ പുറത്തേക്ക് പോകണം. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള പാർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അത് കൊടുക്കും. അപ്പോൾ ഉള്ളിലുള്ള ഭാഗങ്ങൾക്ക് അത് ഡാമേജ് ഉണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ദാറ്റ്സ് ഇറ്റ്. അതാണ്
പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഈ ട്രക്കിയയിലേക്ക് അപകടകരമായിട്ട് വസ്തുക്കൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കവറിംഗ് ഒക്കെ ഉണ്ട്. അതിന് വിളിക്കുന്ന പേര് എപ്പിഗ്ലോട്ടിസ് എന്നാണ് കേട്ടോ. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജിനസ് കവറിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, ലാരിങ്സിന് മുകളിലായിട്ട് ഉണ്ടാവും. അത് തുറന്നിട്ടാണ് എയർ കയറുന്നത്. അതടയും, ഭക്ഷണം അതടയുന്ന സമയത്ത് ഭക്ഷണം പോവും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകിലുള്ള മിൻപൈപ്പിലേക്ക് കയറി പോവുകയാണ് ചെയ്യുക. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ആഹാരം വരുമ്പോഴും ചിലപ്പോൾ എയർ കൂടി എടുക്കുക, രണ്ടും ഒരുമിച്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പിഗ്ലോട്ടിസ് തുറക്കും. അപ്പോൾ അബദ്ധവശാൽ ആഹാരമോ ഉമിനീരോ ഒക്കെ അകത്ത് കയറുന്ന സിറ്റുവേഷൻ വന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാകുന്നത്. ബട്ട് എനിഹൗ നമുക്ക് വേണ്ടത് ബ്രോങ്കൈറ്റിസിലേക്ക് പോകാനാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ ഒരു അനാട്ടമി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ട്രക്കിയയിലൂടെ കടന്നു വന്ന എയർ പിന്നീട് 2 ശാഖകളായിട്ട് തിരിയുന്നുണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ്. ആ 2 ശാഖകളെ, പ്രധാന ശാഖകളെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ് വീണ്ടും സബ്സിഡറി ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും തിരിയുന്നു, വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. ആ ബ്രാഞ്ചസിന് വിളിക്കുന്ന പേര് ബ്രോങ്കിയോൾ. എന്താണ് വിളിക്കുക പേര്? ബ്രോങ്കിയോൾ പിന്നെയും ചെന്ന് അവസാനം ചെറിയ എയർ സാക്കുകളിൽ ചെന്ന് അവസാനിക്കും. ഇങ്ങനെയുള്ള ന്യൂമറസ് ബബിൾസ് കൂടി ചേർന്ന് നിൽക്കുന്ന എയർ സാക്കുകളിലേക്ക് ചെന്ന് അവസാനിക്കുന്നുണ്ട്. ഈ എയർ സാക്കുകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ആൽവിയോളൈ എന്ന് പറയും. എയർ സാക്കുകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മീൻസ് എയറിൻ്റെ ഒരു യാത്രാപഥം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ദിസ് ഇസ് ഹൗ ദി എയർ ആക്ച്വലി എൻറ്റേഴ്സ് അവർ ലങ്സ്. സോ ഇവിടെ എന്താണ് ബ്രോങ്കൈറ്റിസ്? ബ്രോങ്കൈറ്റിസ് ഒരു ഡിസോർഡറാണ്, ലങ് ഡിസോർഡറാണ്. ഇറ്റ് ഈസ് ദി ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കിയൽ ട്യൂബ്സ്. അതായത് ബ്രോങ്കൈ. ബ്രോങ്കസ് എന്ന് പറഞ്ഞില്ലേ ആദ്യ ബ്രാഞ്ച്, ആ ബ്രാഞ്ചസിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ. അങ്ങനെ ഉണ്ടായാൽ എന്തോ സംഭവിക്കും? അങ്ങനെ ഉണ്ടായാൽ എയറിൻ്റെ ഫ്ലോവിനത് റെസ്ട്രിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എയർ ഫ്ലോയ്ക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് പോകാനുള്ള ഏരിയയിലേക്ക് ഇൻഫ്ലമേഷൻ. ഇതൊരു പൈപ്പാണല്ലോ ആക്ച്വലി. എസെൻഷ്യലി ഈ ബ്രോങ്കൈ എന്ന് പറയുന്നതൊക്കെ പൈപ്പാണ്. ബ്രോങ്കസ് എന്ന് പറയുന്ന പൈപ്പ്. അപ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എയർ പാസ് ചെയ്ത് പോകുന്ന ഏരിയയ്ക്ക് റിഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഉള്ളിലേക്ക് എത്തുന്ന എയറിൻ്റെ എമൗണ്ട് കുറയും. ശരിയല്ലേ? ബുദ്ധിമുട്ടാണ്. സോ ബ്രോങ്കൈറ്റിസ് ഈസ് ദി ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രോങ്കിയൽ ട്യൂബ്സ് വിച്ച് ആർ ദി എയർവേസ് ദാറ്റ് ക്യാരി എയർ ടു ദി ലങ്സ് ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് മ്യൂക്കസ് സെക്രീഷൻ, കഫ് ആൻഡ് ഡിഫിക്കൽട്ടി ബ്രീതിങ്. എങ്ങനെ ഡിഫിക്കൽട്ടി ഉണ്ടാവാതിരിക്കും? കാരണം ഏരിയ കുറഞ്ഞു, അകത്തേക്ക് എടുക്കുന്ന എയറിൻ്റെ എമൗണ്ട് കുറയാൻ പോവുകയാണ്. ശരിയല്ലേ? സെറ്റ്. ഈ ബ്രോങ്കൈറ്റിസ് നമ്മൾ 2 തരത്തിൽ പറയും. ഒന്ന് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ്. അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പം ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും, ഷോർട്ട് ടേം ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പനി ഉണ്ടാവുകയോ ജലദോഷം ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന സിറ്റുവേഷൻ പറയാം. ചിലപ്പോൾ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ വൈറലായിട്ടുള്ള ഫീവർ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് മോസ്റ്റ് കോമൺലി കാണുന്നത്. അപ്പോൾ വൈറൽ നേച്ചറാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുക, മോസ്റ്റ് കോമൺ. റൈനോ വൈറസും ഇൻഫ്ലുവൻസയും, അതായത് നമ്മുടെ ഈ റൈനോ വൈറസ് ജലദോഷത്തിനും ഒക്കെ കാരണമാകുന്ന വൈറസുകളും മറ്റുമൊക്കെ ബ്രോങ്കൈറ്റിസ് ക്രിയേറ്റ് ചെയ്യാം. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഇൻഫ്ലമേഷൻ നമ്മുടെ ബ്രോങ്കസുകൾ സൃഷ്ടിക്കാം. ബാക്ടീരിയയിൽ വരാം, മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ, അതുപോലെ ക്ലാമിഡിയ ന്യൂമോണിയെ, ബോർഡറ്റെല്ല പെർട്ടൂസിസ് പോലുള്ള ബാക്ടീരിയാസിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് കാരണം ഉണ്ടാവാം. പിന്നുള്ളത് എൻവയോൺമെൻറ്റൽ ഇറിറ്റേഷൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒട്ടും തന്നെ സ്വീകാര്യമല്ലാത്ത വസ്തുവാണ് ഈ സ്മോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് സ്വീകാര്യമല്ലാത്ത വസ്തുവാണ് സ്മോക്ക്. അതുപോലെ ഡസ്റ്റ്, പിന്നെ ചില കെമിക്കൽസ്, പെട്ടെന്ന് വളരെ പഞ്ചൻ്റായിട്ടുള്ള ചില കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്ന ചില കെമിക്കൽസ്, അല്ലാതെയുള്ള ചില കെമിക്കൽസ് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവില്ല, പക്ഷേ ലങ്സിന് ബുദ്ധിമുട്ടായേക്കാം. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ശ്വാസതടസ്സം തോന്നും. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ശ്വാസതടസ്സം ഫീൽ ചെയ്യുന്ന അറിയാൻ പറ്റും. അപ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ ലങ്സിന് നല്ലതല്ല എന്ന് പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇറിറ്റൻസ് കാരണമായിക്കോട്ടെ, ബാക്ടീരിയ കാരണമായിക്കോട്ടെ, വൈറൽ കാരണമായിക്കോട്ടെ, വൈറസ് കാരണമായിക്കോട്ടെ, ഓക്കെ ബ്രോങ്കൈറ്റിസ് എന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷേ ദാറ്റ് വുഡ് ബി ഫോർ എ ഷോർട്ട് ടൈം. അത് വളരെ ചെറിയ നേരത്തേക്ക് വേണ്ടി മാത്രം. ഫോർ എക്സാമ്പിൾ ഈ വൈറൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണോ വൈറസിൻ്റെ ഇൻഫ്ലുവൻസ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ആ സമയത്ത് ബ്രോങ്കൈറ്റിസും മെല്ലെ ഭേദമായി സിറ്റുവേഷൻ നോർമലായിട്ട് വരും. ബാക്ടീരിയൽ സെയിം ഇറിറ്റേഷൻ. അതാ സ്മോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശ്വാസതടസ്സം ഫീൽ ചെയ്യുമെങ്കിൽ സ്മോക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇറങ്ങി മാറും. അത്രയേ ഉള്ളൂ. പിന്നുള്ളത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് കൂടെ തന്നെ ഉണ്ടാവും, അല്ലേ? ചിലരൊക്കെ അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വാക്ക് നൽകുന്ന പോലെ നമ്മുടെ അതുപോലെ തന്നെയാണ് ക്രോണിക് ഡിസോർഡേഴ്സിൻ്റെ കാര്യവും. ഇപ്പോൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് മരണം വരെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള കണ്ടീഷനാണ്.
അതിൽ 90% ഇത് ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടിരിക്കും. 90%, അതായത് സിഗരറ്റ് സ്മോക്കിംഗ്. എന്നാൽ ഒരു 10% ഇതല്ലാതെയും ഉണ്ടാവാനുള്ള സിറ്റുവേഷനുണ്ട്, സാധ്യത കിടപ്പുണ്ട്. പക്ഷേ 90%, 80% സ്മോക്കിംഗ് കാരണമാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുക. പിന്നുള്ളത് നമ്മുടെ എയർ പൊല്യൂഷൻ, എൻവയോൺമെൻറ്റ് പൊല്യൂഷനൊക്കെ പറയുന്ന സിറ്റുവേഷൻസൊക്കെ ഇതിന് കാരണമാകാം. പിന്നുള്ളത് ഒക്കുപ്പേഷണൽ ഹസാർഡുകളില്ലേ, ചില ഡസ്റ്റ് കെമിക്കൽസും ഫ്യൂംസിനോടുമൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ചില ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പബ്ലിക് ഡൊമൈനിൽ ഈ പൊതുനിരത്തുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, സ്വീപ്പർമാർ, ആസ്ബെസ്റ്റോസ് പോലുള്ള ഷീറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങൾ, സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരുപാട് ഡസ്റ്റുമായിട്ട് നിരന്തരം മൽപ്പിടുത്തത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെയും ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും. കാരണം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആൾക്കാർ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡസ്റ്റും സ്മോക്കും അക്യൂട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ എന്നും വന്നിരുന്ന സ്മോക്ക് കൊണ്ടുകൊണ്ടിരിക്കുക, എന്നും വന്നിരുന്ന് ഞാൻ ഈ ഡസ്റ്റ് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അക്യൂട്ടായിരിക്കത്തില്ല, അത് ക്രോണിക്കിലേക്ക് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ട് റിപ്പീറ്റഡ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇത് സ്ഥിരമായിട്ടും കാണും എന്നങ്ങ് പറഞ്ഞു വെച്ചാൽ മതി, എളുപ്പം. അതാണ് ബ്രോങ്കൈറ്റിസ്. അപ്പം വ്യക്തമായിട്ട് ഓരോന്നിനും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെച്ചോണേ. അപ്പോൾ എന്താണ് ബ്രോങ്കൈറ്റിസ്? അത് ബ്രോങ്കസ് എന്ന് പറയുന്ന ലങ്സിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രാഞ്ചിന് സംഭവിക്കുന്ന ഇൻഫ്ലമേഷനാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പല കാരണങ്ങളുണ്ട്. അക്യൂട്ട് എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോൾ വൈറസോ ബാക്ടീരിയലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചില സൊസൈറ്റി ഹസാർഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഹസാർഡ്സിൻ്റെയൊക്കെ ബലമായിട്ട് ഉണ്ടാവാം. പിന്നെയുള്ളത് ക്രോണിക് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ആണ്. അത് പ്രധാനമായിട്ടും പുകയില ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, പുകവലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒക്കുപേഷണൽ ഹസാർഡുകളിൽ നിന്നുമൊക്കെ തന്നെ അവനുണ്ടാകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് താനും. പിന്നുള്ളത് പൊല്യൂഷനും ഒക്കെയാണ്. അതൊക്കെ കാരണവും ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യാം. ഉണ്ടായാൽ എന്താ കുഴപ്പം? ഉണ്ടായ ചില കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലങ്സിലേക്ക് പോകുന്ന എയർവേ അത് ക്ലിയർ ആയിരിക്കണം. കാരണം അതുവഴി സ്മൂത്തായിട്ടുള്ള എയർ പാസേജ് ഉണ്ടാവുള്ളൂ. ആ എയർ പാസേജ് സ്മൂത്ത് ആകാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വേണ്ടത്ര എയർ നമ്മുടെ ലങ്സിലേക്ക് എത്താൻ പറ്റാണ്ട് വരികയും നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇൻഹൈലേഷൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഉണ്ടാകുന്നതുണ്ട്. അപ്പോൾ ശ്വാസതടസ്സം ഫീൽ ചെയ്യുന്ന കണ്ടീഷനാണ്. ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അടിസ്ഥാനപരമായിട്ട് ജീവൻ നിലനിർത്താൻ നമുക്ക് വേണ്ട സാധനമാണ് ഓക്സിജൻ. അത് കിട്ടുന്നത് ഈ വലിച്ച് കയറ്റിയിട്ടാണ്. അപ്പോൾ അത് കിട്ടാതിരുന്നാൽ നമ്മൾ മരണപ്പെടും എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടി നമ്മുടെ ബോഡി ശ്രമിക്കും. അത് ടയർഡ്നെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. സെറ്റ്. അപ്പോൾ അതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളിലേക്ക് പോവാണ് എംഫിസിമ. അപ്പോൾ എന്താണ് എംഫിസിമ എന്നുള്ളത് ഒരു പക്ഷേ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരൊക്കെ വണ്ടർ അടിക്കുന്ന കാര്യമായിരിക്കും. എംഫിസിമ എന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്താ സാധനം എന്നുള്ളത് എനിക്കിതുവരെ അറിയത്തില്ല. എന്നാൽ പഠിച്ചോ എന്താ സാധനം. എംഫിസിമ ഈസ് എ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നമ്മൾ ഈ COPD എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് എന്ന് പറയുന്നൊരു ലങ് ഡിസോർഡേഴ്സിൽ അത്യാവശ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ലോങ് ടേം ലങ് ഡിസീസസിനെയാണ് COPD എന്ന് പറയുക. ഇപ്പോൾ COPDയുടെ കാറ്റഗറിയിൽ പൊതുവേ നമ്മൾ 2 ഐറ്റങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഒന്ന് ബ്രോങ്കൈറ്റിസ് പറയാറുണ്ട്, 2 എംഫിസിമയാണ്. അപ്പോൾ എംഫിസിമ എന്ന് പറയുന്നതും ഒരു COPDയുടെ ക്യാരക്ടറായിട്ട് തന്നെ പറയാൻ പറ്റും. വിച്ച് ഇസ് പെർമനൻറ്റ് അബ്നോർമൽ എൻലാർജ്മെൻറ്റ് ഓഫ് എയർ സാക്ക് അല്ലെങ്കിൽ എയർ സ്പേസസ് distal to the terminal bronchiole accompanied by destruction of their walls without obvious fibrosis. എന്തുവാ സാറ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട. ഞാനതിനെ ചുരുക്കം സിമ്പിളായിട്ട് പറഞ്ഞൊന്നുമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ എയർ ട്രാക്ക് അല്ലെങ്കിൽ എയർ വരുന്ന പാത നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ ട്രക്കിയയിൽ നിന്ന് ബ്രോങ്കസ് ഉണ്ട്, ബ്രോങ്കസിൽ നിന്ന് ബ്രോങ്കിയോൾസ് ഉണ്ട്, ബ്രോങ്കിയോൾസിൻ്റെ അവസാനം എയർ സാക്കുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ ഈ എയർ സാക്ക് എന്ന് പറയുന്നത് ന്യൂമറസ് എയർ സാക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രം നോക്കി അറിയാൻ പറ്റും. ചെറിയ ചെറിയ കുറേ കുമിളകൾ ഇങ്ങനെ നിൽക്കണ മാതിരിയാണ് ഈ എയർ സാക്കിൽ. ഈ ഓരോ കുമിളേനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? ആൽവിയോള എന്ന് വിളിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ ഓരോ കുമിളേനെയും വിളിക്കുന്ന പേരാണ് ആൽവിയോള. അപ്പോൾ ഒരു ബ്രോങ്കിയോള് ചെന്നെത്തി ഒരു ബ്രാഞ്ചിൽ കാണുന്ന ഒരു കൂട്ടം ആൽവിയോളൈകളുണ്ട്. ഈ ഓരോ ആൽവിയോളൈകൾക്കിടയിലും വോൾസ് ഉണ്ടല്ലോ, സെപ്പറേഷൻസ് ഉണ്ട്. ഈ ആൽവിയോളൈൻ, അതായത് ഞാനിവിടെ ഒന്ന് വേറൊരു ചിത്രമായിട്ട് വരച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വരച്ചാൽ ഇങ്ങനെ ഒരുപാട് കുമിളകളായിട്ട് ഇങ്ങനെ നിൽക്കുമെന്ന് വെച്ചാൽ ഓരോ കുമിളകൾക്കും ഇടയിൽ ഇതുപോലെ ഒരുപാട് സെപ്പറേഷൻസ് ഉണ്ട് താനും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വന്ന് കയറുന്ന ഇപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ എയറെത്തുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ, എയറെത്തി. അപ്പോൾ ഈ ആൽവിയോളയ്ക്ക് ചുറ്റും ഇതിന് പുറത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ബ്ലഡ് വെസൽസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, എയർ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇതിനെ ഈ ഓരോ ബബിളായിട്ട് വെച്ചിരിക്കുന്നതിന് പകരം ഈ ഒരു ഒറ്റ യൂണിറ്റിന് ഒരു സിംഗുലാർ ബബിളാക്കി മാത്രം വെച്ചു എന്ന് വിചാരിച്ചോ.
അതേ വലിപ്പമുള്ള ഒരൊറ്റ ബബിൾ, ഇതുപോലെ ഒരുപാട് ബബിളിൽ ഒരു വലിയ ബബിൾ, ചെറിയ ഒന്നിൽ കൂടുതൽ ബബിളുകൾക്ക് പകരം ഒറ്റ വലിയ ബബിൾ എന്ന് വെച്ചു എന്ന് കൺസിഡർ ചെയ്ത് ഇതിൻ്റെ പുറത്താണ് ഇപ്പോൾ നെർവ് ഫൈബേഴ്സൊക്കെ വന്ന് നിൽക്കുന്നത്, നമ്മുടെ ബ്ലഡ് വെസൽസ് വന്ന് നിൽക്കുന്നത്. എൻ്റെ ചോദ്യം, ഇതിൽ ഏത് സാഹചര്യത്തിലായിരിക്കും കൂടുതൽ സർഫസ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? കൂടുതൽ ദ്വാരങ്ങളുള്ള അല്ലെങ്കിൽ കൂടുതൽ ബോളുകൾ ഇങ്ങനെ ഇരിക്കുന്നതിനെയാണോ, അത് ഒരു ബോൾ വലുതായിട്ടിരിക്കുമ്പോഴാണോ കൂടുതൽ സർഫസ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നത്? ചെറിയ ബോളുകളിലാണ്. ശരിയല്ല, കാരണം ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ, ദിസ് മച്ച് ഏരിയ. ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട്, പ്ലസ് ഇതൊരു ഏരിയ, ഇതിൻ്റെ 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 ഏരിയ, അല്ലേ? ഈ എല്ലാ ഏരിയയും നമ്മൾ കൂട്ടണം. അങ്ങനെ വരുമ്പോൾ ഇതിനേക്കാൾ താരതമ്യേന ഉയർന്ന സർഫസ് ഏരിയ ആർക്കുണ്ട്? ഈ ചെറിയ ബോളുകളാക്കി ഉള്ള കൂട്ടം ആക്കി അവിടെ നിർത്തുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡി തന്നെ ഈ ആൽവിയോളൈസിനെ ഡിസൈൻ ചെയ്തപ്പോൾ ഒരു വലിയ ഒരു സാക്കാക്കി മാറ്റാതെ ചെറിയ ഒരുപാട് സാക്കുകളാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ബോഡി ഒരു അമേസിങ് ആയിട്ടുള്ള മാർവലസ് ആയിട്ടുള്ളൊരു ക്രിയേഷനാണ്, ഒരു സംശയമില്ല. ഈ മെഷീൻ എന്താ പറയുക, അമാനുഷികമായിട്ടുള്ളൊരു മെഷീനാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാം മനുഷ്യനാണല്ലോ പറയണല്ലേ, ശരിയാ, മനുഷ്യനെ പറ്റി തന്നെയാണ്. എനിഹൗ, ആ ഡിസൈൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കുക എന്തോ തോട്ട്ഫുൾ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഡിസൈൻ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നേച്ചർ ഓൾവേസ് ഫൈൻഡ്സ് ഇറ്റ്സ് വേ. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ആൽവിയോളാർ വാൾസ്, ഇത്രയും സർഫസ് ഏരിയയോടുകൂടി നിൽക്കുന്ന ഈ ആൽവിയോളൈസ് അടങ്ങുന്ന ലങ്സിലാണ് പ്രോപ്പറായിട്ട് നമ്മുടെ എയർ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആൽവിയോളയിൽ വെച്ചിട്ടാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ആൽവിയോയുടെ പുറത്ത് വന്നിരിക്കുന്ന ബ്ലഡ് വെസലിലേക്ക് ഇതുവഴി വന്ന് കയറിയ ഓക്സിജൻ ആ ബ്ലഡിലേക്ക് അങ്ങോട്ട് കൊടുക്കും. ബ്ലഡിൽ നിന്ന് തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ആൽവിയോളയിലേക്ക് കൊടുക്കും. അത് ആൽവിയോളയിൽ ഇവിടെ തിരിച്ചിറങ്ങി വന്ന അതേ വഴി കൂടെ തന്നെ തിരിച്ച് എക്സ്ഹെയിൽ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പോകും. ഇങ്ങോട്ട് ഓക്സിജൻ വരും, അങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അപ്പോൾ ആ എക്സ്ചേഞ്ച് നടക്കുന്നതൊക്കെ ആൽവിയോളയിൽ വെച്ചാൽ ഓക്കെ. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എമൗണ്ട് കിട്ടും ഈ ഇത്രയും രീതിയിലുള്ള സർഫസ് ഏരിയ ഉള്ള ആൽവിയോളൈസ് ആയിട്ട് നിൽക്കുമ്പോൾ. എംഫിസിമ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ആൽവിയോളാർ വാൾസ് റപ്ചർ ആവുന്ന സിറ്റുവേഷൻ വരും. ഓക്കെ, ആൽവിയോളാർ വാൾസ് റപ്ചറായിട്ട് ഈ രണ്ട് ആൽവിയോളസിന് ഇടയിലുള്ള വാൾ റപ്ചർ ആയി ഇതൊരൊറ്റ ആൽവിയോളയായിട്ട് മാറുന്ന സിറ്റുവേഷൻ വരും. വിചാരിച്ചോ, ഞാനൊന്ന് യെസ്, അവിടെ നിൽക്കുമ്പോൾ ഇവിടെ വരും, ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പോകും അല്ലേ? ഈ 3 കൂടെ പൊട്ടി ഒരൊറ്റ വലിയൊരു വാളായെന്ന് വെച്ചോ. ഇനിയിപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ സിറ്റുവേഷൻ തമ്മിൽ സർഫസ് ഏരിയ കൂടിയോ കുറഞ്ഞു. സർഫസ് ഏരിയ കുറഞ്ഞില്ലേ, കാരണം ആ ഇടയ്ക്കുണ്ടായിരുന്ന 2 കട്ടിങ് അങ്ങ് പോയി, ഒറ്റ കട്ടിങ് ആയിട്ട് മാറി. അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള പല ആൽവിയോളാർ വാൾസും പൊട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോയിട്ട് നശിച്ചു പോയിട്ട് താരതമ്യേന വലിപ്പമേറിയ എയർ സാക്കുകൾ ക്രിയേറ്റ് ചെയ്യും. ഈ വലിപ്പമേറിയ എയർ സാക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ സർഫസ് ഏരിയ കുറവായിരിക്കും. മീൻസ് നേരത്തെ എൻ്റെ ലങ്സിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന അത്രയും എമൗണ്ടിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻ്റർചേഞ്ച് ഇപ്പോൾ നടക്കാണ്ട് വരും. നേരത്തെ എൻ്റെ ശരീരത്തിൽ ലങ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ആൽവിയോളൈസിൽ നിന്ന് കിട്ടിയിരുന്ന അത്രയും എക്സ്ചേഞ്ച് വോളിയം ഇപ്പോൾ എനിക്ക് കിട്ടാണ്ട് വരുന്ന സിറ്റുവേഷനിലേക്ക് പോവും. ഇത് ശ്വാസതടസ്സം ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഇതാണ് എംഫിസിമ. സെറ്റല്ലേ? അപ്പോൾ എംഫിസിമ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഇപ്പോൾ ബ്രോങ്കൈറ്റിസ് ആരെയാണ് ബാധിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബ്രോങ്കസിനെയാണ്. എംഫിസിമ ഇപ്പോൾ ആരെയാണ് ബാധിക്കുന്നത്? ആൽവിയോളൈസിനെയാണ്. ആരെയാണ് ബാധിക്കുന്നത്? ആൽവിയോളൈസിനെ. ഈ എയർ സ്പേസസ് എന്ന് പറയുന്നത് ആൽവിയോളൈനെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആൽവിയോളൈനെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെറ്റാണ് മക്കളെ? ക്ലിയർ? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ COPD അലോങ് വിത്ത് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ COPD കൂട്ടത്തിലാണ് ബ്രോങ്കൈറ്റിസും എംഫിസിമ എന്ന് പറയുന്ന 2 രോഗങ്ങളെ നമ്മൾ കണക്കാക്കുന്നത്. എംഫിസിമയുടെ ടൈപ്സ് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ അനാട്ടമിക്കൽ ലൊക്കേഷൻ അനുസരിച്ചിട്ട് പല ടൈപ്പിലുള്ള, പ്രത്യേകിച്ച് 4 ടൈപ്പിലുള്ള എംഫിസിമ നമുക്ക് പറയാം. സെൻട്രി ഏസിനാർ എന്ന് പറയുന്നൊരു കാറ്റഗറി, അല്ലെങ്കിൽ സെൻട്രി ലോബുലാർ എന്ന് വിളിക്കാം. അതുപോലെ പാൻ ആസിനാർ. ഈ ഏസിനാർ എന്ന് പറയുന്നത് ഈ പറയുന്ന എയർ സാക്കുകളെല്ലാം കൂടി നിൽക്കുന്ന ടോട്ടൽ വലിയൊരു ഏരിയ ഉണ്ടല്ലോ, ഈ പറയുന്ന സാധനം, ഇതിനെയാണ് നമ്മൾ ഏസിനാർ എന്ന രീതിയിൽ വിളിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഏസിനാറുണ്ട്, പാൻ ഏസിനാറുണ്ട്, അല്ലെങ്കിൽ പാൻ ലോബുലാറുണ്ട്, ലോബ്. ഈ സാധനത്തിന് വിളിക്കുന്ന ഒരുപാട് എയർ സാക്കുകൾ ഇങ്ങനെ, ഈ ഓരോ എയർ സാക്കിനെയും വിളിക്കുന്ന പേര് ആൽവിയോളൈ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ മൊത്തം ആ ഇരിക്കുന്ന കംപ്ലീറ്റ്
ആൽവിയോളകൾ വന്നിരിക്കുന്ന ആ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഏസിനാർ അല്ലെങ്കിൽ ലോബ് എന്ന രീതിയിൽ വിളിക്കാം. നമുക്ക് ലോബ് എന്ന രീതിയിലും വിളിക്കാം. ഒരു ലോബ് എന്ന രീതിയിൽ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ സെൻട്രൽ ഏസിനാർ ഉണ്ടാവുകയാണെങ്കിൽ സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും ഡാമേജ് ഉണ്ടാവുക. റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസിൻ്റെ ഭാഗമായിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അതിൻ്റെ കാരണം. പാൻ ഏസിനാർ എന്ന് പറയുമ്പോൾ എൻ്റെ ഏസിനസ് യൂണിഫോമിലി എഫക്റ്റ് ചെയ്യപ്പെടും. പാൻ ഇന്ത്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? പാൻ ഇന്ത്യൻ സിനിമയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ റിലീസ് ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറയുന്നു. പാൻ ഇന്ത്യൻ റിലീസ് എന്നൊക്കെ പറയുമ്പോൾ അതാ സിറ്റുവേഷൻ. അപ്പോൾ പാൻ ഏസിനാർ എന്ന് പറഞ്ഞാൽ എന്താ? ഏസിനസിൻ്റെ എല്ലാ റീജിയനും. ഏസിനസ് എന്ന് പറയുന്നതാണ് ഈ ഒരു വലിയ ചാക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തുള്ള ഓരോ ചെറിയ ചെറിയ കവറുകളാണ് ആൽവിയോളൈ. അപ്പോൾ ഈ വലിയ ചാക്ക് എന്ന് പറയുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിലാണ് പാനൈസിനാർ എന്ന രീതിയിൽ വിളിക്കുക. അത് α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവും. ഇതാണ് α1 ആൻറ്റിട്രിപ്സിൻ എഫിഷ്യൻസി. അതായത് നമ്മുടെ ബോഡിക്കകത്ത് ഈ ഡെഫിഷ്യൻസി, ഈ ആൻറ്റിട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പ്രോട്ടീൻ. നമ്മുടെ പാൻക്രിയാസ് അല്ലല്ലോ, ലിവറിൽ നിന്നൊക്കെ സെക്രീറ്റ് ചെയ്ത് വരുന്ന തരത്തിൽ, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രോട്ടീനാണ് ഈ α1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനിനെ മാനേജ് ചെയ്ത് നിർത്താൻ, ബാലൻസ് ചെയ്ത് നിർത്താൻ, ട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീന് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൽവിയോളാർ വാൾസിനെയൊക്കെ അത് ഡൈജസ്റ്റ് ചെയ്തൊക്കെ കളയും, അതായത് നശിപ്പിച്ച് കളയും. അങ്ങനെ വരുമ്പോൾ പ്രോപ്പറായിട്ട് എയർ എക്സ്ചേഞ്ച് നടക്കാണ്ട് പോകും. അപ്പോൾ ഈ ട്രിപ്സിൻ എന്ന് പറയുന്ന ആളുടെ എമൗണ്ടിനെ കൺട്രോൾ, ചെക്ക് ആൻഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ഈ α1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറയുന്ന ഏജൻറ്റാണ്. അപ്പോൾ ഈ α1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഒരു α1 ആൻറ്റിട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ട്രിപ്സിനെ ബാലൻസ് ചെയ്യാണ്ട് പോകുന്ന സിറ്റുവേഷൻ വരും. ട്രിപ്സിൻ്റെ കണ്ടൻറ്റ് കൂടി പോവും. ആൻറ്റിട്രിപ്സിൻ കുറഞ്ഞു പോകുന്ന സമയത്ത് ട്രിപ്സിൻ കൂടുതലാകുന്നു, അമിതമാകുമ്പോൾ അത് ആൽവിയോളാർ വാൾസിനെ നശിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി കാണിച്ച് ആൽവിയോളാർ വാൾസിന് നാശം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയും ആൽവിയോളാർ വാൾസ് നശിച്ചിട്ട് എംഫിസിമ ക്രിയേറ്റ് ചെയ്യപ്പെടാം. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ആദ്യം സെൻട്രൽ ഏസിനാറിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഏസിനാറിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ, പാൻ ഏസിനാറിൻ്റെ കാര്യത്തിൽ α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി, ആൻറ്റിട്രിപ്സിൻ താരതമ്യേലും കുറവ്, ശരിക്കും വേണ്ടതിലും കുറവാകുന്ന സിറ്റുവേഷനിൽ നമുക്കത് ഏസിനസ് റീജിയൻ മുഴുവനായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരാം. അതുപോലെ ഡിസ്റ്റൽ ഏസിനാറുണ്ട്. ഡിസ്റ്റൽ ഏസിനസിൽ വരുന്ന നമ്മുടെ പ്ലൂറയ്ക്കും സെപ്റ്റത്തിനും ഒക്കെ ഇടയ്ക്ക്, സെപ്റ്റം എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലേ, നമ്മുടെ സെൻട്രൽ റീജിയനാണ് സെപ്റ്റം. പ്ലൂറ എന്ന് പറയുന്നത് ഈ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. അപ്പോൾ പ്ലൂറയ്ക്കും സെപ്റ്റത്തിനൊക്കെ ഇടയിൽ വരുന്ന റീജിയനിൽ വരുന്നത്. പിന്നെ യങ് അഡൽസിനൊക്കെ ഉണ്ടാവുന്ന ഇഷ്യൂ ആണത്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ന്യൂമോതൊറാക്സ് ഒക്കെ കാരണം. പിന്നുള്ളത് ഇറഗുലർ ആയിട്ടുള്ള എംഫിസിമയും പറയാം. അഡ്ജസൻറ്റ് ടു സ്കാർ, നോ കൺസിസ്റ്റൻറ്റ് പാറ്റേൺ, കൃത്യമായിട്ടൊരു പാറ്റേൺ ഒന്നും ഇല്ലാത്ത പോലെ എന്ന രീതിയിൽ നമുക്ക് ഈ ആൽവിയോളാർ വാൾസ് റപ്ചർ ചെയ്യുന്ന സിറ്റുവേഷനും പറയാം. അതിപ്പോൾ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി സ്കാരിങ് ഒക്കെ ആകാം, മറ്റെന്തെങ്കിലും ഇഷ്യൂ വന്ന് നമ്മുടെ ആൽവിയോളാർ വാൾസ് ഇൻഫ്ലമേഷന് വിധേയമായതിൻ്റെ ഭാഗമായിട്ട് വന്ന ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും റപ്ചർ, ആൽവിയോളാർ വാൾസിൻ്റെ റപ്ചർ സംഭവിക്കാം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നതാണ് ഇറഗുലർ. വിട്ടേക്കാം. എന്തായാലും 4 കാറ്റഗറി ഉണ്ട്. സെൻട്രൽ ഏസിനാറുണ്ട്, പാൻ ഏസിനാറുണ്ട്, ഡിസ്റ്റൽ ഏസിനാറുണ്ട്, ഇറഗുലർ എന്ന് പറയുന്ന രീതിയിൽ 4ആയിട്ട് നമുക്ക് അനാറ്റമിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് എംഫിസിമയെ ഡിവൈഡ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി സ്പെഷ്യൽ ടൈപ്പിലുള്ള എംഫിസിമ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കോമൺ ടൈപ്സ് ആണ്. ഒന്ന് കോമ്പൻസേറ്ററി എംഫിസിമയുണ്ട്. കോമ്പൻസേറ്ററി എംഫിസിമ എന്താ? കോമ്പൻസേറ്ററി എംഫിസിമ ഓവർ ഇൻഫ്ലേഷൻ ഓഫ് ലങ് ആഫ്റ്റർ എ സർജിക്കൽ റിമൂവൽ ഓഫ് അഡ്ജസൻറ്റ് ലങ്. നമ്മുടെ ലങ്സിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരിക, റിമൂവൽ ചെയ്യേണ്ടി വരിക പോലുള്ള സിറ്റുവേഷൻ്റെ ഫലമായിട്ട് ഓവറായിട്ട് ലങ് ഇൻഫ്ലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ അത് കോമ്പൻസേറ്ററി എംഫിസിമയ്ക്ക് കാരണമാകും. അതിനാണ് കോമ്പൻസേറ്ററി എംഫിസിമ എന്ന് പറയുന്നത്. ഒരു സർജിക്കൽ പ്രോസസ്സിന് വിധേയമായതിനാൽ ഉണ്ടാകുന്ന എംഫിസിമ. അതുപോലെ ഇൻ്റർസ്റ്റീഷ്യൽ എംഫിസിമ എന്ന് പറയാം, മറ്റൊരു കാറ്റഗറിയാണ് ഇൻ്റർസ്റ്റീഷ്യൽ എംഫിസിമ. അത് ട്രൂ എംഫിസിമ എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. എയർ എൻറ്റേഴ്സ് ദി കണക്റ്റീവ് ടിഷ്യൂസ്, എയർ കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് എൻ്റർ ചെയ്യും റാദർ ദാൻ ദി ഓർഗൻ. നമ്മൾ ഈ പറയുന്ന ആൽവിയോളയിലേക്ക് അല്ലാണ്ട് കണക്റ്റീവ് ടിഷ്യൂസിനിടയിലേക്ക് പോലും എയർ ഇറങ്ങി ചെല്ലുന്ന സിറ്റുവേഷൻ വരുന്നതിന് ഇൻ്റർസ്റ്റീഷ്യൽ എംഫിസിമ എന്ന് പറയും. പിന്നുള്ളത് ബുള്ളസ് എംഫിസിമയാണ്. ലാർജ് എയർ ഫീൽഡ് സിസ്റ്റുകളുണ്ടാകും, അതിനാണ് ബുള്ളേ എന്ന് വിളിക്കാം. ഓക്കെ, നമ്മുടെ എയർ ഫീൽഡ് ആയിട്ടുള്ള വലിപ്പമേറിയ സിസ്റ്റുകൾ നമ്മുടെ ബോഡി ഈ ആൽവിയോളയ്ക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യും, സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യും. അത് അങ്ങനെ ഒരു സിസ്റ്റ് എയർ ഫീൽഡായിട്ട് ഡെവലപ്പ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത്രയും ഏരിയ സാധാരണ എയർ അബ്സോർപ്ഷൻ ചെയ്യാൻ പറ്റാണ്ട് പോകുന്ന രീതിയിലേക്ക് ഉപയോഗശൂന്യമായി മാറുന്ന സിറ്റുവേഷൻ വന്നേക്കാം. അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എയർ എടുക്കാൻ വേണ്ടിയുള്ള ഏരിയ അവിടെ കുറഞ്ഞുവല്ലോ.
സോ അഗെയിൻ ദാറ്റ് ഇസ് ഓൾസോ കൺസിഡേർഡ് എസ് എംഫിസിമ. അതിനാണ് ബുള്ളസ് എംഫിസിമ എന്ന് പറയുന്നത്. ബുള്ളേ എന്ന് പറയുന്ന എയർ ഫിൽഡ് ആയിട്ടുള്ള സിസ്റ്റുകളുടെ ഫോർമേഷൻ ലങ്സിൽ ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യത്തിൽ വരുന്ന എംഫിസിമേനെയാണ് ബുള്ളസ് എംഫിസിമ എന്ന് വിളിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? സെറ്റാണ്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇറ്റിയോളജി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു 90% കൂടുതൽ എംഫിസിമയ്ക്കും കാരണമാകുന്നുണ്ട്. കാരണം പ്രോട്ടീസ് എന്നൊക്കെ പറയുന്ന ട്രിപ്സിൻ എന്നാണ് ഞാൻ പറയുന്നത്. ട്രിപ്സിനും പ്രോട്ടീസും പോലൊക്കെയുള്ള പ്രോട്ടീൻസിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാരണമാക്കും. ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി, ഇത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതാണ്. പിന്നെ എയർ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ ഡസ്റ്റ് ഫ്യൂംസ് പോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒക്കുപേഷണൽ എക്സ്പോഷർ നമ്മൾ പറഞ്ഞു. പിന്നെ ഏജിങ് ആണ്, സെനൈൽ എംഫിസിമ എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലില്ല, സെനൈൽ എംഫിസിമ എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഏജ് അടിസ്ഥാനത്തിൽ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും പ്രവർത്തനക്ഷമത കുറയുമല്ലോ, എഫിഷ്യൻസി കുറയും. ചെറുപ്പത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രെങ്ത് ഒരിക്കലും വൃദ്ധകാലാടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകത്തില്ല. കാരണം അത്രയും കാലമായിട്ട് പണിയെടുക്കുന്ന ഒരു ഉപകരണമാണത്. പണിയെടുത്തിട്ട് വീക്കായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇലാസ്റ്റിക് റീകോയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഈ പറയുന്ന എയർ കയറുമ്പോൾ ആൽവിയോളെ വികസിക്കണം, എയർ ഇറങ്ങുമ്പോൾ അത് ചുരുങ്ങണം. കംപ്രസ് ചെയ്താൽ എയർ കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങി പോവുള്ളൂ. എയർ വരുമ്പോൾ ഞാൻ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഈ ആൽവിയോളെ വികസിച്ച് വലുതാവും. നമ്മൾ ലങ്സ് വികസിക്കുന്ന പറയുമ്പോൾ എല്ലാ ആൽവിയോളെയും വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലങ്സ് മൊത്തത്തിൽ വികസിക്കുന്നത് കേട്ടോ. ഓരോ ആൽവിയോളെയും ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലങ്സ് മൊത്തത്തിൽ ചുരുങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ എയർ കയറുന്ന സമയത്ത് ലങ്സ് ഇങ്ങനെ വികസിക്കുകയും എയർ ഇറങ്ങാൻ പോകുന്ന സമയത്ത് തിരിച്ച് ഈ ലങ്സ് മുഴുവനായിട്ട് കംപ്രസ് ചെയ്യണം. മുഴുവനായിട്ട് കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ ലങ്സിനകത്തുള്ള ആവശ്യമില്ലാത്ത എയർ മുഴുവൻ തിരിച്ചിറങ്ങി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, വലുതാവും, പക്ഷെ തിരിച്ച് പഴയതുപോലെ ചെറുതാവത്തില്ല. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇലാസ്റ്റിസിറ്റി വലുതാവില്ല എന്നല്ല, എയർ കയറില്ല എന്നല്ല, എയർ കയറും. ശരി, എയർ കയറി ആദ്യത്തെ വലിയ എയർ കയറി വലുതായി. പക്ഷേ അതിനെ നമ്മൾ എക്സൈൽ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഈ എയറിൻ്റെ റെസിഡ്യൂസ് പുറത്തേക്ക് പോകാണ്ട് വരുന്ന സിറ്റുവേഷൻ വന്നേക്കും. അങ്ങനെ വരുമ്പോൾ റെസിഡ്യുവൽ എയർ ആൽവിയോളയിൽ കുറച്ചധികം ട്രാപ്പ് ചെയ്തിട്ടുണ്ടാകും. അത് രണ്ടാം തവണ ഞാൻ എയർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആൽവിയോളയ്ക്ക് അത് കുറച്ച് എയർ ബാക്കി കിടക്കുന്നതുകൊണ്ട് അതിന് ശേഷമുള്ള ഏരിയയിലേക്ക് മാത്രമായിരിക്കും ഞാൻ ഈ എടുക്കുന്ന എയർ കാരണം ഫില്ല് ചെയ്യപ്പെടുന്നതും അതിൽ നിന്നുള്ള ഓക്സിജൻ നമ്മൾ കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് നേച്ചർ ഓഫ് ആൽവിയോളൈ പ്രായാധിക്യം മൂലം നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ടും എംഫിസിമ എന്ന സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നുള്ളത് പാസീവ് സ്മോക്കിംഗ് ആണ്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ പുകവലിക്കണം നിങ്ങൾ എന്ന് നിർബന്ധമില്ല. പുകവലിക്കാരൻ്റെ കൂടെ നിന്നാലും അല്ലെങ്കിൽ പുകവലിക്കാരിയുടെ കൂടെ നിന്നാലും മതി. പുകവലിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സ്ഥിരമായി പുകവലിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരും എംഫിസിമയുടെ റിസ്കിന് തുല്യ അവകാശികളാണ്. പുകവലിക്കുന്നതിന് ഇറ്റ്സ് ആസ് ഗുഡ് ആസ് സ്മോക്കിംഗ്. നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അപകടകരമാണ്. അതുകൊണ്ട് പൊതുനിരത്തുകളിൽ, പൊതുസ്ഥലങ്ങളിൽ, പബ്ലിക് പ്ലേസസിൽ പുകവലി നിരോധിച്ചിരിക്കുന്നതാണ്. ഒരു മനുഷ്യനും പബ്ലിക് പ്ലേസിൽ പുക വലിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ. ഇഫ് എനിബഡി ഈസ് സ്മോക്കിംഗ് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ. അത് നിയമവിരുദ്ധമാണ്, അത് തെറ്റാണ്, അതൊരു ക്രൈമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഫൈനുണ്ട്, വേണ്ടി വന്നാൽ ജുഡീഷ്യൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. പബ്ലിക് ന്യൂസൻസ് ആവുന്ന സിറ്റുവേഷനാണ്. അതിനൊക്കെ APCയിലും CRPCയിലും IPCയിലും വകുപ്പുകളുണ്ട്. ഒഫൻസസ് ആണെന്നിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ IPC മാറി നമ്മുടെ ന്യായ സംഹിത അതിനകത്ത് വകുപ്പുകളിൽ പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിഹൗ പാസീവ് സ്മോക്കിങ്ങും ഇത്തരത്തിലുള്ള രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാം. അതുകൊണ്ട് പുക വലിക്കുന്നവൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് കെടുത്തിയിട്ട് വന്നടുത്ത് നിന്ന് സംസാരിക്കാൻ പറയുക. പുകവലി പരമാവധി എന്ത് ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, റൈറ്റ്. നമ്മളെയും കൂടി കൊലയ്ക്ക് കൊടുക്കരുതെന്ന് വലിച്ചുകൊണ്ട് വരുന്ന ആരായാലും അവരോട് പറയുക കേട്ടോ. അത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പുക വലിച്ചുകൊണ്ട് ആരെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ അത് കെടുത്താൻ പറയാം. ബസ് സ്റ്റോപ്പ് പബ്ലിക് പ്ലേസ് ആണ്, അവിടെ പുക വലിക്കാൻ പാടില്ല. എനി പബ്ലിക് പ്ലേസ്, ബീറ്റ് എനി പ്ലേസ്, പാടില്ല. ഇനി പാത്തോജനസിസ്, ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നോർമലി ന്യൂട്രോഫിൽ എലാസ്റ്റേസ് അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടിയേസ് എന്ന് പറയുന്ന പ്രോട്ടീനെ ഇസ് ബാലൻസ്ഡ് ബൈ ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ. സോറി, ഞാൻ നേരത്തെ ട്രിപ്സിൻ എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കുക. ട്രിപ്സിൻ അല്ല, പ്രോട്ടിയേസ് ആണ് കേട്ടോ. ട്രിപ്സിൻ അല്ല, പ്രോട്ടിയേസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ട്രിപ്സിൻ എന്നാണ് പറയുന്നത്. ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്ന കണക്ഷൻ വെച്ച് ഞാൻ ട്രിപ്സിൻ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. പ്രോട്ടിയേസ്. അപ്പോൾ പ്രോട്ടിയേസിനെ ബാലൻസ് ചെയ്യുന്നത് ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്ന ഏജൻറ്റ്. പ്രോട്ടിയേസിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്രോഫിൽ ഇലാസ്റ്റേസ് എന്ന് പറയുന്ന പ്രോട്ടിയേസിനെ ബാലൻസ് ചെയ്യുന്നത് ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ ആണ്. അപ്പോൾ ഇൻ എംഫിസിമ, protease activity increases or anti-protease
ഡിക്രീസസ്. ആൻറ്റി പ്രോട്ടിയസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ α1 ആൻറ്റിട്രിപ്സിൻ്റെ പ്രവർത്തനം കുറയുകയോ പ്രോട്ടിയസിൻ്റെ പ്രവർത്തനം കൂടുകയോ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് എംഫിസിമയ്ക്ക് കാരണമാവാമെന്ന് പറയാം. സ്മോക്കിംഗ് ആക്ടിവേറ്റ് മാക്രോഫേജസ് ആൻഡ് ന്യൂട്രോഫിൽസ് ആൻഡ് എക്സസ് ഇലാസ്റ്റേഴ്സ് ആൻഡ് MMPs. അതായത് നമ്മുടെ സാധാരണഗതിയിലുള്ള സിറ്റുവേഷനിൽ നമ്മുടെ മാക്രോഫേജസിൻ്റെയും ന്യൂട്രോഫിൽസും ഇതൊക്കെ WBCക്കകത്ത് നമ്മൾ വരുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് സാധാരണ അളവിനുള്ളതിനേക്കാൾ കൂടുതൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, യെസ്, റൈറ്റ്. പിന്നെ സ്മോക്കിംഗ് ഓൾസോ ഓക്സിഡേറ്റീവ്ലി ഇനാക്ടിവേറ്റ്സ് നമ്മുടെ α1 ആൻറ്റിട്രിപ്സിൻ. സ്മോക്കിംഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിട്രിപ്സിൻ്റെ ഫോർമേഷനെ ഒരുപാടത് സപ്രസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കും പോവാം. അതുകൊണ്ടും അത് കുറയുന്ന സാഹചര്യം വരാം എന്നുള്ളതാണ്. നെറ്റ് റിസൾട്ട് ആൽവിയോറൽ വോൾസ് ഡിസ്ട്രക്ഷനിലേക്ക് പോകും. കാരണം പ്രോട്ടിയസിൻ്റെ ആക്ടിവിറ്റി കാരണം ആൽവിയോറൽ വോൾസ് ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ എയർ സ്പേസ് എൻലാർജ് ചെയ്യുന്നു, സർഫസ് ഏരിയ കുറയുന്നു, എയർ അബ്സോർപ്ഷൻ കുറയുന്നു. സിമ്പിൾ. പിന്നെ സ്മോക്കിംഗ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ROS റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഇനാക്ടിവേറ്റ് ആൻറ്റി പ്രോട്ടിയസസ്. ഈ പറയുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആൻറ്റി പ്രോട്ടിയസിനെ ഇനാക്റ്റീവ് ആക്കും, അത് പ്രോട്ടിയസിനെ ആക്റ്റീവ് ആക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ലെറ്റ്സ് ടു ആൽവിയറൽ വോൾഡ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് വീണ്ടും എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. റൈറ്റ്, ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കാണാൻ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അപ്പിയറൻസ് ലങ് ആർ ലാർജ്, പെയിൽ ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ്. ലങ്സ് വളരെയധികം, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടില്ല. ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയിട്ട് വലിപ്പമേറിയ രീതിയിൽ നിൽക്കും. ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള ചെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നാച്ചുറൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ അറിയാൻ പറ്റും. അതായത് ലങ്സിലേക്ക് ഇത് ശ്വാസം കയറുന്നത് പിന്നെ അത് ഇറങ്ങി പോകുമ്പോൾ കാര്യമായിട്ട് ലങ്സ് തിരിച്ച് സങ്കോചിക്കുന്ന അവസ്ഥ കാണാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പിയറൻസിൽ വരുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ എയർ സ്പേസ് എൻലാർജ്ഡ് ആയിരിക്കും. ആൽവിയോളർ വാൾസ് കാണത്തില്ല എന്ന് നമുക്കറിയാം. ലോസ് ഓഫ് ആൽവിയോളാർ സെപ്റ്റ, ആൽവിയോളകൾ തമ്മിൽ ഇടയ്ക്കുള്ള ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഓരോ ആൽവിയോളയും തമ്മിലുള്ള വാൾസ് തന്നെയാണ് സെപ്റ്റ എന്ന രീതിയിൽ പറയുക. അതൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ പൊട്ടിപ്പോയിട്ട് വലിയ എയർ സാക്കുകളായിരിക്കും മൈക്രോസ്കോപ്പിക്കായിട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്. പിന്നുള്ളത് ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫൈബ്രോസിസ്. കൃത്യമായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റിങ്ഷനും എവിടെയെങ്കിലും ക്ലോട്ട് ഉണ്ടാവുമോ പൊട്ടലുണ്ടാവുമോ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീനിൻ്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാതെ കാണുന്ന സിറ്റുവേഷനൊക്കെയാണ് എന്താ പറയുക മൈക്രോസ്കോപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് എംഫിസിമ എന്ന് പറയുന്ന സിറ്റുവേഷനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ എംഫിസിമ ആരെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രൈമറിലി പറയേണ്ട കാര്യം നമ്മുടെ ആൽവിയോളാർ വാൾസിനെയാണ്, അല്ലെങ്കിൽ ആൽവിയോളൈനെയാണെന്ന് പറയാം. ഓക്കെ, നൗ വി ഹാവ് ടു മൂവ് ടു എ വെരി കോമൺ ഡിസോർഡർ ദാറ്റ് ഈസ് കോൾഡ് നിമോണിയ. നമ്മൾ പോകുന്നത് നിമോണിയയിലേക്കാണ്. നിമോണിയയും എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കേൾവിയുള്ളൊരു രോഗാവസ്ഥയാണ്. നിമോണിയ അപകടകാരിയായിട്ടുള്ളൊരു രോഗാവസ്ഥ കൂടിയാണ്. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗാവസ്ഥ കൂടിയാണ് നിമോണിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്കിപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് പോസിബിൾ ആണൊന്നുമില്ല. കൂടുതലും നിമോണിയയുടെ സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ട് നിമോണിയ വരാം എന്നതാണ് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൻറ്റിവൈറൽ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിമോണിയ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും, തുടക്കത്തിലൊക്കെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ. റൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിമോണിയ. സോ നിമോണിയ ഈസ് എൻ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് ദി ലങ് പാരൻകൈമ. അതായത് നമ്മുടെ ആൽവിയോളൈ തന്നെയാണ് പറയുന്നത്, ആൽവിയോളയും അതിന് ഇൻറ്റർസ്റ്റീഷ്യവും. caused by infectious agents like bacteria, virus and fungi or non-infectious causes like aspiration chemicals. Aspiration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സിറ്റുവേഷൻ അതിനാണ് പറയുക. പിന്നെ കെമിക്കൽസ് ഉള്ളിലേക്ക് പോകുന്ന സിറ്റുവേഷൻ, ഇതെല്ലാം കാരണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷ്യസ് ഏജൻസ് ആയ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ കാരണമോ കൊണ്ടായി. റിസൾട്ടിങ് ഇൻ ദി കൺസോളിഡേഷൻ ഓഫ് ലങ് ടിഷ്യൂ വിത്ത് എക്സ്യൂഡേറ്റ് ഫില്ലിംഗ് ഇൻ ദി ആൽവിയോളാർ സ്പേസ്. എക്സ്യൂഡേറ്റ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫില്ലിങ്ങിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പോൾ എക്സ്യൂഡേറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല. പല ഇപ്പോൾ പസ്, എന്താ പറയുക, ചില ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ആൽവിയോളയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്ന സിറ്റുവേഷനെയാണ് എക്സുഡേറ്റ് ഫീലിങ്സ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. ചിലപ്പോൾ ബ്ലഡ് ഉണ്ടാവാം, ബ്ലഡിൽ നിന്നുള്ള ലിംഫ് മീൻസ് നമ്മൾ മറ്റേ പറയുന്ന സാധനം പ്ലാസ്മയുടെ കണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ വരുന്ന ഫ്ലൂയിഡിക് ഫില്ലിങ് ലങ്സിന് ആൽവിയോളയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാം? ഒന്നുമില്ല ഇൻഫെഷ്യസ് ഏജൻസ് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ നോൺ ഇൻഫെഷ്യസ് ആയിട്ടുണ്ടാവാം. നോൺ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആസ്പിറേഷൻ അല്ലെങ്കിൽ കെമിക്കൽസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡ്രൗണിങ്, വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ആ ഒരു വെപ്രാളത്തിൽ ചിലപ്പോൾ വായിലൂടെയോ മൂക്കിലൂടെയോ ഒക്കെ വെള്ളം ഉള്ളിലേക്ക് എടുത്തു. ഈ വെള്ളമൊക്കെ ചെന്ന് കയറുന്ന എയർ പോകാനുള്ള റൂട്ടാണെങ്കിലും അതുവഴി ആരും പോവും.
വെള്ളവും പോവും നമ്മൾ പറഞ്ഞു. പക്ഷേ ആ സമയം നമുക്ക് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ചുമച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. വെള്ളം അകത്ത് പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ വീണ്ടും അകത്തേക്ക് കയറത്തില്ലേ. അപ്പോൾ എയർ കയറാനുള്ള ഈ സാക്കുകളിൽ മുഴുവനായിട്ട് ആര് കയറും? വെള്ളം കയറി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയർ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിടി കിട്ടിയോ? ഇങ്ങനെയോ? അതാണ് ആസ്പിറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ കെമിക്കൽസ്, ചില കെമിക്കൽസ് കാരണം ഈ പറയുന്ന എയർ സാക്ക് മുഴുവനായിട്ട് ഫില്ലായി പോവുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുക, ബാക്ടീരിയോ വൈറസോ ഫംഗസോ പോലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആൽവിയോളായി വോൾസൊക്കെ സ്വെല്ല് ചെയ്ത് വീർത്ത് സർഫസ് ഏരിയ കുറച്ചും. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. എക്സ്റേ ഒക്കെ എടുത്ത് ന്യൂമോണിയൽ പാച്ചസ് ഉണ്ടോ എന്നൊക്കെ ഡോക്ടേഴ്സ് പരിശോധിക്കാറൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ എറ്റിയോളജി, കോസസ് എന്താണെന്ന്. ഒന്ന് ഇപ്പോൾ ബാക്ടീരിയൽ, അതാണ് മോസ്റ്റ് കോമൺ കോസസ് ന്യൂമോണിയ എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ്. അപ്പോൾ മിക്കവാറും നിങ്ങൾ ന്യൂമോണിയ ഉള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവർ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിലായിരിക്കും. ഇപ്പോൾ ഓറലായിട്ട് മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് കുറയത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻസോ ട്രിപ്പോ ഒക്കെ എടുത്ത് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടും ചെയ്യുന്ന ഡെയിലി 2-3 തവണയൊക്കെ ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെ ബോഡിക്കകത്തോടെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷനാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദി കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയയുടെ മോസ്റ്റ് കോമൺ കാസ് എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ അല്ലേ? യെസ്. ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്. കോമൺ ആണ് COPD പേഷ്യൻസ് ആൻഡ് ചിൽഡ്രൻസിൻ്റെ കാര്യത്തിൽ. നമ്മൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉണ്ടെന്ന് പറയുന്ന പേഷ്യൻസിൻ്റെയും കുട്ടികളുടെയും കാര്യത്തിൽ കോമൺ ആയിട്ട് കാണുന്നൊരു ഒരു ഇഷ്യൂ ആണ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ബാക്ടീരിയൽ. അതുപോലെ സ്റ്റാഫിലോകോക്കസ് ഔറിയസ് അത് പോസ്റ്റ് ഇൻഫ്ലുവൻസ ന്യൂമോണിയ വന്ന പേഷ്യൻസിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഇൻവിട്രോ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ, നമ്മൾ IV ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഞരമ്പിലേക്കൊക്കെ നേരിട്ട് ഓരോന്ന് കുത്തിവെക്കുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ കാര്യത്തിലൊക്കെ അവിടെ മെഡിസിൻസും ആവാം, അല്ലാത്ത ഡ്രഗ്സും ആകാം കേട്ടോ. അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെ കാണുന്ന ന്യൂമോണിയാണത്. പിന്നെ അത് ക്ലെബ്സില്ല ന്യൂമോണിയയാണ്. ആൽക്കഹോളിക്സ്, ഡയബറ്റിക്സിൻ്റെയൊക്കെ കാര്യത്തിലുണ്ടാവാം. പിന്നുള്ളത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഒരു മേജർ കോസാണ് ഇന്ത്യയിൽ. TB, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് TB കോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയ. അതുപോലെ സ്യൂഡോമോണാസ് എറുജിനോസ ഹോസ്പിറ്റൽ അക്യൂർഡ് ആണ്. ഹോസ്പിറ്റൽസിൽ നിരന്തരം സമ്പർക്കം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ന്യൂമോണിയ പലതരത്തിലല്ലേ. പിന്നുള്ള ലെജ്യൂനെല്ലെ ന്യൂമോണോഫിലിയ എന്ന് പറയുന്ന ലെജ്യൂനേറിയസ് ഡിസീസ് എന്ന് പറയും. നമ്മുടെ വാട്ടർ കൂളിംഗ് ടവേഴ്സ് എന്നും മറ്റുമൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ന്യൂമോണിയയായിട്ട് പറയാവുന്നതാണ്. പിന്നെ മൈക്കോപ്ലാസ്മ ന്യൂമോണിയയാണ്. ടിപ്പിക്കൽ ന്യൂമോണിയ തന്നെയാണ്. യങ് ആയിട്ടുള്ള അഡൽസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. പിന്നെ അത് ക്ലൈമഡോഫിലിയ ന്യൂമോണിയയാണ്. അതും മറ്റൊരു ടിപ്പിക്കലായിട്ടുള്ള സാധാരണഗതി കണ്ടുവരുന്ന ഒരു ന്യൂമോണിയ കാറ്റഗറി. അപ്പോൾ ഇതെല്ലാം ന്യൂമോണിയയുടെ ഒരു വകഭേദങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് ബാക്ടീരിയൽ ന്യൂമോണിയയുടെ കാര്യത്തിൽ. ഇനിയുള്ളത് വൈറൽ. ഇൻഫ്ലുവൻസ A and B വൈറസ് കാരണം ഉണ്ടാകുന്നു. SARS COVID-19 കാരണം ഉണ്ടാകുന്നു. അതുപോലെ റെസ്പിറേറ്ററി സിൻഡിക്കൽ വൈറസ് കാരണം RSV കാരണം കുട്ടികളിലുണ്ടാകുന്നു. പിന്നെ എഡനോ വൈറസ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്, മീസിൽസ്, ഇത്രയൊക്കെ നമ്മൾ വൈറസ് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നുള്ളത് ഫംഗലാണ്. അത് ന്യൂമോസിസ്റ്റിക് ജിറോവിക്കി എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത്, അതായത് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാതെ വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ. ഫോർ എക്സാമ്പിൾ AIDS പേഷ്യൻസ് ഒക്കെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം AIDS ഉള്ള ആൾക്കാരിലൊക്കെ ഇമ്മ്യൂണിറ്റി താഴെ പോയിട്ട് ഇവരൊക്കെ മരണപ്പെടുക, അവരിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷനാണത് ന്യൂമോസിസ്റ്റിക് ജിറോവിക്കി എന്ന് പറയുന്നത്. അതുപോലെ ആസ്പെർജില്ലസ് സ്പീഷീസിൽ പെടുന്ന ഫംഗസ് കാരണം, ഹിസ്റ്റോപ്ലാസ്മ കെപ്സുലാറ്റം എന്ന ഫംഗസ് കാരണവുമൊക്കെ, കാൻഡിഡ സ്പീഷീസ് കാരണമൊക്കെ നമുക്ക് ന്യൂമോണിയ ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നുള്ളത് ആസ്പിറേഷണൽ ന്യൂമോണിയ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഗ്യാസ്ട്രിക് കണ്ടൻസ്, ഫോറിൻ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് എടുക്കും. വൊമിറ്റ് ഫോർ എക്സാമ്പിൾ, ചില സമയത്തൊക്കെ ചിലർ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് ലങ്സിലേക്ക് വൊമിറ്റ് പോകും. ചിലരൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം പുറത്തൊന്നും ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം ചിലപ്പോൾ കഴിക്കുന്നതിനോടൊപ്പം ലങ്സിലേക്ക് പോയിട്ടൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ട്, ഫോറിൻ മെറ്റീരിയൽസ് ഭക്ഷണം പോയിട്ടൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ കുടിയും കിടന്നിട്ടത് കാലക്രമേണ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കെമിക്കൽ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ടോക്സിക് ഗ്യാസസോ കെമിക്കൽസോ ഒക്കെ ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ന്യൂമോണിയ. പിന്നെ ലിപ്പോയിഡ് ന്യൂമോണിയ ഉണ്ട്. ഓയിലി സബ്സ്റ്റൻസ്, ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ഓയിലാണല്ലോ. അപ്പോൾ ഓയിലിക്കായിട്ടുള്ള സബ്സ്റ്റൻസുകൾ
ശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓയിലിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ളിൽ ലങ്സിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ന്യൂമോണിയാണ് ലിപ്പോയിഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അതൊക്കെ പേരിനകത്തൊന്ന് പിടികിട്ടും. ബേസ്ഡ് ഓൺ അനാട്ടമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ലോബാർ ന്യൂമോണിയ, എൻറ്റയർ ലോബ് ഓഫ് ലങ്സ് അഫക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനെയാണ് ലോബാർ ന്യൂമോണിയ എന്ന് പറയുക. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയൊക്കെയാണ് അതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത്. പിന്നുള്ളത് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബ്രോങ്കോ ന്യൂമോണിയ, പാച്ചസ് അറൗണ്ട് ബ്രോങ്കൈ, ബ്രോങ്കസിൽ വരുന്ന ന്യൂമോണിയ, പേര് തന്നെയുണ്ട്. സ്റ്റെഫിലോകോക്കസ് ആണ്, അല്ലെങ്കിൽ എച്ച് ഇൻഫ്ലുവൻസ ഒക്കെയാണ് അതിന് കാരണമാവുക. പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയാണ്. അത് ആൽവിയോളർ വോൾസിനും ഇൻഡസ്ട്രീഷ്യത്തിനും ഇടയ്ക്ക്, അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് വെസൽസിനും ആൽവിയോളയ്ക്കൊക്കെ ഇടയിൽ വരുന്ന ചെറിയൊരു സ്പേസ്, അവിടെയാണ് ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ ഉണ്ടാവുക. വൈറസോ മൈക്രോപ്ലാസ്മയോ ആവാൻ കാരണം ഉള്ളത് മിലിയറി ന്യൂമോണിയാണ്. ലങ്സിനകത്ത് അവിടെയായിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫോക്കായി പോയിന്റുകളിലായിട്ട് കാണപ്പെടുന്ന പല പല സ്ഥലങ്ങളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കാണപ്പെടുന്ന ന്യൂമോണിയാണ് മിലിയറി ന്യൂമോണിയ എന്ന് പറയുന്നത്. മിലിയറി ന്യൂമോണിയൊക്കെ ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെയാണ് കേട്ടോ. സിംറ്റംസ് ഇൻക്ലൂഡ് ചെസ്റ്റ് പെയിൻ, ഷിവറിംഗ് വിത്ത് ചിൽസ്, ഫീവർ, ഡ്രൈ കഫ്, വീസിങ്, മസിൽ ഏക്സ് ആൻഡ് നോസിയ. ഇപ്പോൾ നമുക്ക് ശ്വാസതടസ്സം സംഭവിച്ചേക്കാം, വരണ്ട ചുമ ഉണ്ടാവാം, പനി ഉണ്ടാവാം, മസിൽ പെയിൻ ഉണ്ടാവാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ന്യൂമോണിയയ്ക്ക് കാരണമായേക്കാം. പ്രധാനമായിട്ട് പനിയുടേതായ എല്ലാ സിറ്റുവേഷനും ന്യൂമോണിയയുടേതും പറയാം. ട്രീറ്റ്മെൻറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ആൻഡ് സിവിയറിറ്റി ഓഫ് ന്യൂമോണിയ. ജനറൽ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് യൂസിങ് ഓൾ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഫോളോ അപ്പ് കെയർ. ന്യൂമോണിയ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഷ്യൻറ്റും ഫോളോ അപ്പ് ചെയ്യാതിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം ഇത് സീരിയസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഫോളോ അപ്പ് വേണം എന്നുള്ള നിർബന്ധവുമാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആൻറ്റിബയോട്ടിക്സിനോട് ഈ ബാക്ടീരിയാസോ വൈറസോ ഒന്നും റെസ്പോണ്ട് ചെയ്ത് കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് മാറ്റണം കൊടുക്കുന്ന ഡോസ്. സിംറ്റംസ് കാണുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റും. വെൻ യു ആർ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ഓർ വേഴ്സ്, അത് നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. Bacterial pneumonia can be treated by regularly taking antibiotics and stoppage will cause it to return. ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറയുന്നത് കണ്ടിട്ട് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് നിർത്തിയാൽ വീണ്ടും ഈ ഒരു ബാക്ടീരിയൽ ആക്ഷൻ ന്യൂമോണിയ കോസ് ചെയ്യാനുള്ള കാരണമാകും. അതുകൊണ്ട് ഒരിക്കൽ തുടങ്ങിയാൽ, അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ ഏതൊരു രോഗാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ പറയും അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീഷൻ ഉണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്, ഇപ്പം നിലവിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസമൊക്കെയാണ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ഒരു കോഴ്സ്. 5 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കണം. അതാണ് ആൻറ്റി വൈറൽ ഡ്രഗ്സ് വൈറൽ ന്യൂമോണിയയുടെ കാര്യത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ് ഒരു പരിധിവരെയും ന്യൂമോണിയനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വാക്സിനേഷൻ എന്ന് പറയുന്നത് ന്യൂമോകോക്കൽ വാക്സിനുണ്ട്. PCV13 എന്ന് പറയുന്ന ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്ന് പറയുന്ന 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും അതുപോലെ വേണമെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാക്സിനാണ്. ഈ ന്യൂമോണിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പ്രതിരോധ കുത്തിവയ്പ്പാണ് PCV13 എന്ന് പറയുന്നത്, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. അതുപോലെ PPSP23 എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയിലെ വാക്സിനുണ്ട്. ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് വാക്സിൻ എന്ന് പറയും. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള ആൾക്കാർക്ക്, ഇനി ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത PSCയിൽ ഒരു ചോദ്യമായി വന്നൊരു ഏരിയയാണ് പൾമനറി ഈഡിമ. OEDEMA എന്ന് എഴുതുന്നതിൽ ഈഡിമ എന്നാണ് വായിക്കുക. O സൈലൻ്റ് ആണ് കേട്ടോ. പൾമനറി ഈഡിമ. എന്താ പൾമനറി ഈഡിമ? സിമ്പിളാണ്. ന്യൂമോണിയയോട് സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പൾമനറി ഈഡിമ. പക്ഷേ കാരണങ്ങൾ ന്യൂമോണിയയുടേത് അല്ല എന്ന് മാത്രമാണ്. പൾമനറി ഈഡിമ എന്ന് പറയുന്നതും ഈ ലങ്സിനകത്ത് ഈ ഫ്ലൂയിഡിക് സബ്സ്റ്റൻസസ് തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് പൾമനറി ഈഡിമ എന്ന് പറയുന്നത്. ഫ്ലൂയിഡിക് സബ്സ്റ്റൻസ് മീൻസ് ലങ്സിൽ മീൻസ് നമ്മുടെ ആൽവിയോളയിൽ ഫ്ലൂയിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് തങ്ങി നിൽക്കപ്പെടുന്ന സിറ്റുവേഷനിൽ എയർ സ്പേസ് കുറഞ്ഞ് എയർ അബ്സോർപ്ഷൻ ലിമിറ്റഡ് ആവുന്ന സിറ്റുവേഷനെയാണ് പൾമനറി ഈഡിമ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നതിന് കാരണക്കാരൻ ലങ്സുമായി ബന്ധപ്പെട്ട ആളൊന്നും ആയിരിക്കത്തില്ല, പകരം ഹാർട്ടായിരിക്കും. ലങ്സുമായിട്ട് ബന്ധമുണ്ട്, ഹാർട്ടിനില്ല എന്നല്ല. അതായത് ഹാർട്ട് ഫെയിലിയറുള്ള ആൾക്കാരില്ല ഒട്ടുമുക്കാലും പൾമനറി ഈഡിമ കാണുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോ പൾമനറി ഈഡിമ ഇസ് എ കണ്ടീഷൻ കോസ്ഡ് ബൈ എക്സസ് ഫ്ലൂയിഡ് ഇൻ ദി ലങ്സ്. ലങ്സിനകത്ത് അധികം ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ, ഫ്ലൂയിഡ് വരാൻ പാടില്ലാത്തതാണ് ലങ്സ് പൊതുവേ. This fluid collected in numerous air sacs, making it difficult to breathe. In most cases, heart problems causes pulmonary edema, but fluid can accumulate for other reasons as well, including pneumonia, exposure to certain toxins, medication, trauma to chest, excessive ആയിട്ടുള്ള എക്സസൈസിങ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ഉയർന്ന ഹൈ എലിവേഷൻ. ഇപ്പോൾ
മൗണ്ടൻ സിക്നസ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ പൾമണറി ഇഡിമ, ശ്വാസം കിട്ടാതെ വരുന്നതിന് ഈ ഇഡിമ ഒരു കാരണമാവും. ഓക്കെ, അപ്പോൾ ഹാർട്ട് റീസണാണ് കോമൺലി കാണുന്നതെങ്കിൽ അത് മാത്രമാണ് നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ജനറലി ഈ പറയുന്ന പോലെ ലങ്സിൽ ഫ്ലൂയിഡിക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ പൾമണറി ഇഡിമ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. The condition occurs when the net filtration of the fluid from the pulmonary capillaries into the interstitial space exceeds the lymphatic system's ability to remove it. ഒന്നുമില്ല, സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇതെല്ലാം ഒരു 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 പ്രഷർ ബാലൻസിലാണ് ഹാർട്ടും ലങ്സും തമ്മിലുള്ള ഈ ഒരു എക്സ്ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം ഹാർട്ടാണ് എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ലങ്സിലേക്ക് കൊടുക്കുന്ന നമ്മുടെ പൾമണറി സർക്കുലേഷൻ എന്ന് പറയും. അത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ലങ്സിലേക്ക് എത്തിക്കുന്നു. ലങ്സിലെ ആൽവിയോളയിലേക്ക് എത്തുന്ന ഈ പറയുന്ന ബ്ലഡ് അവിടെ വെച്ച് പ്യൂരിഫൈ ചെയ്യപ്പെടും, ലങ്സിൽ വെച്ച് പ്യൂരിഫൈ ചെയ്യപ്പെട്ട് അത് തിരിച്ച് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നെ ഹാർട്ട് അതിന് എന്ത് ചെയ്യും, ബാക്കി ശരീരഭാഗങ്ങളിലൂടെ നീളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്ന സർക്കുലേഷനിലേക്ക് കടന്നു പോകുന്നതും കാണാൻ പറ്റും. ആൻഡ് ദിസ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ. അപ്പോൾ ഈ ഒരു പമ്പിങ്, ഹാർട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ബ്ലഡ് തിരികെ ഹാർട്ടിലേക്ക് എത്തുകയും എത്തുന്ന ബ്ലഡിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുകയും ആ വേക്കൻസിയിലേക്ക് അടുത്ത ബ്ലഡ് ഇറങ്ങുകയും വീണ്ടും അത് അടുത്തൊരെണ്ണം സർക്കുലേറ്റ് ചെയ്ത് വരികയും, ഇതാണ് ഈ പ്രോപ്പർ ഹാർട്ട് ബീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതും ഓക്കെ. സോ വെൻ അവർ ഹാർട്ട് ബിക്കംസ് വീക്ക്, വെൻ ദിസ് പമ്പിങ് സിസ്റ്റം വീക്ക് ആവുന്ന സമയത്ത് ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗ്രേഡിയൻറ്റിന് എൻറ്റയർലി ഒരു ഡിസ്റപ്ഷൻ സംഭവിച്ചിട്ട് ലങ്സിൽ നിന്ന് പ്രോപ്പറായിട്ട് പൂർണ്ണമായിട്ട് ബ്ലഡ് ഹാർട്ടിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കൊക്കെ വരും. അങ്ങനെ ഫ്ലൂയിഡിൻ്റെ, അതായത് ബ്ലഡിൻ്റെ നിലനിൽപ്പ്, റിട്ടൈനിങ് ഓഫ് ബ്ലഡ് ലങ്സിൽ പലയിടങ്ങളിലും ബ്ലഡ് വെസൽസിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുകയും അതിൽ നിന്ന് ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഈ എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന ഈ ഒരു ബ്ലഡിൽ നിന്നുള്ള പ്ലാസ്മയുടെ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത് ആൽവിയോളാർ വോൾസിനുള്ളിലേക്ക് ഈ പറയുന്ന പ്ലാസ്മ കണ്ടൻറ്റ് പോയി ആൽവിയോളാർ വോൾസിനുള്ളിൽ ഫില്ല് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഹാർട്ട് ഫെയിലിയറാണ് പൾമണറി ഇഡിമയ്ക്ക് കാരണമാകുന്നത് നമ്മൾ പറയുന്നത്. When capillary pressure rises or oncotic pressure fails, fluid leak into the intestine, നമ്മൾ പറഞ്ഞ കാര്യമാണേ. ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ കാർഡിയോജനിക്, ഇതാണ് മോസ്റ്റ് കോമൺ. ഞാനിപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ കോസ്ഡ് ബൈ ഹൈ പൾമണറി കാപ്പിലറി പ്രഷർ ഡ്യൂ ടു ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ, ദ ഹാർട്ട് കനോട്ട് പമ്പ് ബ്ലഡ് ഔട്ട് എഫക്റ്റീവ്ലി കോസിങ് ബാക്ക് പ്രഷർ ഇൻ ടു ദ ലങ്സ്. പിന്നുള്ളത് വാൽവുലാർ ഹാർട്ട് ഡിസീസാണ്, ഹാർട്ടിൻ്റെ വാൽവുകൾക്ക്. അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന മാതിരി പൾമണറി കാപ്പിലറീസിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണം, ഹാർട്ട് ഫെയിലിയർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം ലങ്സിലേക്ക് തന്നെ ബ്ലഡ് അകപ്പെട്ട് പോകുന്ന സിറ്റുവേഷൻ വരാം. ഇല്ലെങ്കിൽ നമ്മുടെ വെൻട്രിക്കുലാർ ഫെയിലിയർ, നമുക്ക് ഹാർട്ടിന് ഓറിക്കിൾസും ഉണ്ട് വെൻട്രിക്കിൾസും ഉണ്ട്. അതിൽ വെൻട്രിക്കിൾസിൽ നിന്നാണ് ബ്ലഡ് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും പോകുന്നതും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ലങ്സിലേക്ക് ബ്ലഡ് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വെൻട്രിക്കിൾസിന് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ പമ്പിങ് നടക്കാണ്ട് വരും. അത് ഈ ലങ്സിലേക്ക് ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ലങ്സിൽ തന്നെ ബ്ലഡിനെ നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് ഒരു സിറ്റുവേഷനാണ്. പിന്നുള്ളത് വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ്. പ്രോപ്പറായിട്ട് വാൽവ് ക്ലോസിങ്ങുകൾ സംഭവിക്കാണ്ട് നമ്മുടെ മിത്രൽ വാൽവ്, അതുപോലെ അയോട്ടിക് വാൽവ്, സെമി ലൂണാർ വാൽവ്സ് എന്നൊക്കെ പറയുന്ന മാതിരി വാൽവ്, ബൈക്കസ്പിഡ്, ട്രൈക്കസ്പിഡ് ഒക്കെ വാൽവുകളുണ്ടല്ലോ ഹൃദയത്തിൽ. അപ്പോൾ ഈ വാൽവുകൾ പ്രോപ്പറായിട്ട് പണിയെടുക്കാതെ വരുന്നതും ഇതേ സിറ്റുവേഷന് കാരണമായിരിക്കുന്നതാണ്. ഓക്കെ, സെറ്റ്. പിന്നുള്ളത് മയോകാർഡിയൽ ഇൻഫാർക്ഷനാണ്. അതായത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും വീക്കനിങ് സംഭവിക്കാം. ഹാർട്ട് മസിൽസ് വീക്കൻ ചെയ്യും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ ഹാർട്ട് മസിൽസ് വീക്കൻ ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ ഏത് സിറ്റുവേഷൻ വേണമെങ്കിലും ഉണ്ടാകുന്നതാണ്. പിന്നുള്ളത് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷന് വിധേയമായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നുള്ളത് നോൺ കാർഡിയോജനിക് എന്ന് പറയുമ്പോൾ ഒക്കേഴ്സ് വെൻ ദി പൾമണറി കാപ്പിലറീസ് ബിക്കം ലീക്കി ഈവൻ വിതൗട്ട് ഹാർട്ട് പ്രഷർ ചേഞ്ച്. അത് നമ്മുടെ പൾമണറി കാപ്പിലറീസിന് അല്ലാതെ മറ്റെന്തെങ്കിലും ആഘാതം ഏറ്റിട്ട് ലീക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ. പിന്നെ ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം. ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രമുകൾ ഉള്ള ആൾക്കാരുടെ കാര്യത്തിൽ, അതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഹെയ്പ്പ് എന്ന് പറയും, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന റാപ്പിഡ് അസെൻറ്റ്, പെട്ടെന്ന് നമ്മൾ ഈ ഓൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനോട് പ്രത്യേകിച്ച് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റാണ്ടാവുന്ന സമയത്ത് ഫ്ലൂയിഡിക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാം. പിന്നുള്ളത് ന്യൂറോജനിക്കാണ്. ഹെഡ് ഇഞ്ചുറിയോ സീഷറോ ഒക്കെ പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഹെഡ് ഇഞ്ചുറി പോലുള്ള സിറ്റുവേഷൻസിൽ ബ്രെയിനിന് കൺഫ്യൂഷനായി പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാണ്ടായി പോയിട്ടൊക്കെയുള്ള ഫ്ലൂയിഡിക് ഡെപ്പോസിഷൻസ് ലങ്സിൽ കാണാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ആസ്പിറേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് എന്തെങ്കിലും എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇൻഹെയിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലങ്സിലേക്ക് ഇതുപോലെ പിന്നെ ഫ്ലൂയിഡിക് ഡെപ്പോസിറ്റ്സ് വരാം.
പിന്നുള്ളത് കിഡ്നി ഫെയിലിയറുമാണ് കേട്ടോ. ഈ ആവശ്യമുള്ള നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് ആവശ്യമില്ലാത്ത ഫ്ലൂയിഡിനെ പെട്ടെന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നയാൾ കിഡ്നി. അപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടായാൽ എപ്പോഴൊക്കെയാണ് കൃത്യമായിട്ട് എൻ്റെ ബോഡിക്കകത്തു നിന്ന് ബ്ലഡല്ലല്ലോ ഈ വേസ്റ്റ് വാട്ടർ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും കാര്യം അറിയാണ്ട് പോകും നമ്മൾ. ഇത് ADH എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണവും നമുക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാവാം, കിഡ്നി ഫെയിലിയർ കാരണവും ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴും ഫ്ലൂയിഡിക് എന്താ പറയുക അതിപ്രസരം നമ്മുടെ ബോഡിക്കകത്ത് ഫ്ലൂയിഡ്സിൻ്റെ എക്സസീവ് റിട്ടൻഷൻ കാണുന്നതും ലങ്സിലേക്കോ ഫ്ലൂയിഡിൽ പോസ്റ്റ് ചെയ്യപ്പെടാൻ കാരണമായേക്കാം. ഓക്കെ, സിംറ്റംസ് എക്സ്ട്രീം ആയിട്ടുള്ള ഡിസ്പ്നിയാണ്, അതായത് സിവിയർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ദാറ്റ് വേഴ്സൺസ് വെൻ ലൈങ് ഫ്ലാറ്റ്. കിടക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടേറുന്ന ശ്വാസം കിട്ടാതാവുന്ന സിറ്റുവേഷൻ. എഴുച്ചിരിക്കുമ്പോൾ കിട്ടും, പക്ഷേ കിടക്കുമ്പോൾ തീരെ കിട്ടാതെ വരുന്ന സിറ്റുവേഷനിലേക്ക് പോകും. ഓർത്തോപ്നിയ എന്ന് പറയും. പിന്നെ പാരോക്സിമൽ നോക്ട്യൂണൽ ഡിസ്പ്നിയ, വേക്കിംഗ് അപ്പ് ഗാസ്പിംഗ് ഫോർ എയർ അറ്റ് നൈറ്റ്. നമ്മൾ രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എയറിന് വേണ്ടി നിങ്ങൾ എണീക്കും. അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എയർ നിങ്ങളുടെ ബോഡിക്ക് കിട്ടാണ്ട് വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഉണരുന്നതാണത്. എയറിനെ ഫോഴ്സ്ഫുള്ളായിട്ട് ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഉണരും. പിന്നെ കഫ്, ഓഫൺ പ്രൊഡ്യൂസിങ് ഫോർത്തി പിങ്ക് സ്റ്റിഗിൻസ് സ്പ്യൂട്ടം, അതായത് നമ്മുടെ പിങ്ക് കളറിലോട്ട് വരുന്ന കഫത്തോടു കൂടിയ പിന്നെ കഫ് പതഞ്ഞു പൊങ്ങി വരുന്ന തരത്തിലുള്ള ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് ആയിട്ട് കണക്ക് കൂട്ടാം. പിന്നെ ഉള്ളത് റെസ്റ്റ്ലെസ്നെസ് ആണ്, പെട്ടെന്ന് ഫീലിംഗ് എയർ ഹങ്കർ നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു ആങ്സൈറ്റി ഉണ്ടാകും. നമുക്ക് എന്തോ എയർ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നമ്മൾ ഓടി നടക്കുമല്ലോ. നമുക്ക് പെട്ടെന്ന് ഒരു ആങ്സൈറ്റി ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് എയർ കിട്ടാത്ത പോലെ നമുക്ക് വെപ്രാളം നമ്മൾ പറയത്തില്ലയോ, ശരിയാ, വെപ്രാളം എടുത്ത് നടക്കും നമ്മൾ പറയത്തില്ല. എന്തൊരു വെപ്രാളമാണ് അവനെന്ന് പറയും നമ്മൾ. അങ്ങനെ നടക്കുന്ന അതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആണ്. അത് സ്ഥിരമാണ് കേട്ടോ, വല്ലപ്പോഴും ഉണ്ടാകുന്നതിനല്ല ഞാൻ പറയാം. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ വെപ്രാളത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിലാണ്. ഓക്കെ, യെസ്. പിന്നുള്ളത് വീസിങ് ആണ്. വലിവ് എന്ന് നമ്മൾ പറയത്തില്ലയോ, അങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ, ഇപ്പം വലിവ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയല്ല, അല്ലാണ്ട് നല്ല രീതിയിൽ ഈ ഒരു കാർഡിയാക് ആസ്മ എന്ന് വിളിക്കുന്ന വീസിങ് ഉള്ള സിറ്റുവേഷനിലും അതൊക്കെ സിംറ്റംസ് ആകാം. പരിശോധിക്കുമ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ്. ദ ലാസ്റ്റ് വൺ ഇസ് ഫാറ്റി ലിവർ, സ്റ്റിയാറ്റോസിസ് എന്ന് വിളിക്കാവുന്ന ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദി എക്സസീവ് അക്യൂമുലേഷൻ ഓഫ് ഫാറ്റ് അഥവാ ലിപ്പിഡ്സ്, പ്രൈമർലി ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ട്രൈഗ്ലിസറൈഡ്സ് ഫാറ്റാണ്, ആവശ്യമില്ലാത്ത ഫാറ്റാണ്. അത് എക്സസീവ് ഇൻ ദ സെൻസ്, ശരിക്കും പറയാൻ നമ്മുടെ ലിവറിൻ്റെ വെയ്റ്റിൻ്റെ 5 മുതൽ 10% കൂടുതൽ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് അതിനകത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന സിറ്റുവേഷനിലേക്ക് കടത്തിവിടാം. ഫാറ്റി ലിവർ വീണ്ടും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് പതുക്കെ അത് ലിവർ സിറോസിസിലോട്ടൊക്കെ പോവാം. ഓക്കെ, അത് നിർബന്ധമില്ല, പോകാതിരിക്കാം. റൈറ്റ്. ക്ലാസിഫിക്കേഷൻ ഒന്ന്, ഫാറ്റി ലിവർ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്പ്. 2 പറയും. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും, 2 നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും പറയും. എന്താണ് AFLD, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്? caused by heavy alcohol consumption, the breakdown of alcohol in the liver generates harmful substances that damage liver cells and promote fat storage. ഫാറ്റ് സ്റ്റോറേജിനെ പ്രൊമോട്ട് ചെയ്യും, ലിവറിൻ്റെ ഹെൽത്തിനെ അല്ലെങ്കിൽ ലിവർ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാംഫുൾ സബ്സ്റ്റൻസസ് ലിവർ ആൽക്കഹോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടും. ആൽക്കഹോൾ ആസ് വെച്ച് കൺസ്യൂം ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല, പക്ഷേ ആൽക്കഹോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ലിവർ ശ്രമിക്കുന്ന സമയത്ത് ലിവറിന് ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലാതെ നേരിട്ട് ആൽക്കഹോളിക് കൺസപ്ഷൻ ഈസ് നോട്ട് ആക്ച്വലി ദാറ്റ് ബാഡ്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ലിവർ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഹാംഫുൾ മെറ്റീരിയൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രോസസ്സ് ചെയ്തില്ലായിരുന്നു ഉണ്ടാകത്തില്ലായിരുന്നു അല്ലേ? അതെ. ബട്ട് എനി ഹൗ നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത വേസ്റ്റിനെയും പ്രോസസ്സ് ചെയ്യണം, കളയണം എന്നുള്ളതാണ്. ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഇത് ആൽക്കഹോളിക്. ഇനി നോൺ ആൽക്കഹോളിക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട്. ഇറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു മെറ്റബോളിക് സിൻഡ്രോം, ഒബീസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ് പോലുള്ള സിറ്റുവേഷൻ. അത് മിക്കവാറും ഒക്കെ മെറ്റബോളിക് സിൻഡ്രോം, അതായത് നമ്മളെ ആഹാര രീതിയും എക്സസൈസിൻ്റെ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ കാരണം ഇപ്പം ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒരുപാട് ഉണ്ടാവണമെന്നുള്ളതല്ലേ. അപ്പോൾ അതിന് ആൽക്കഹോൾ കൺസപ്ഷൻ ചെയ്യണമെന്ന് മാത്രം ഇല്ലല്ലോ. അമിതമായിട്ട് ഫാറ്റ് ഉൾപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഒക്കെ ഫാറ്റി ലിവറിന് കാരണം ആയേക്കാം. അതുപോലെ പഴകിയ എണ്ണ, പഴകിയ ഭക്ഷണം, റീഹീറ്റഡ് ആയിട്ടുള്ള ഓയിൽ, HDL ലെവലിൻ്റെ ഒരുപാട് കൂടുതൽ കൊളസ്ട്രോൾസ്, ഇതെല്ലാം ഫാറ്റി ലിവറിലേക്കും ലീഡ് ചെയ്യാൻ കാരണമായേക്കാം എന്നുള്ളതാണ്. സെറ്റാണോ? സെറ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ടൊബാക്കോ കോസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസീസുമായിട്ട്
നമ്മൾ മനസ്സിലാക്കിയിരുന്ന കോൺസെപ്റ്റുകൾ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുണ്ട് അല്ലേ. ബ്രോങ്കൈറ്റിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, പൾമണറി ഈഡിമ എന്താണെന്ന് നമ്മൾ പഠിച്ചു, എംഫിസിം എന്താണെന്ന് നമ്മൾ പഠിച്ചു, നിമോണിയ എന്താണെന്ന് നമ്മൾ പഠിച്ചു, പിന്നെ ഫാറ്റി ലിവർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരുപാട് ഡിസീസസിനെയാണ് നമ്മൾ കൂട്ടത്തിൽ പഠിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരല്പം ലെങ്തിയർ ആയിട്ടുള്ളൊരു സെഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പറഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം. താങ്ക് യു.